ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. അപ്പം നമ്മളിപ്പോ എന്താണ് ചെയ്തത്? ഭഗവാന്റെ അടുക്കല് നമ്മൾ ആ നിവേദനം സമർപ്പിച്ചു. എല്ലാവരും ആ ആ ഭക്തരുടെ കൂടെ നമ്മൾ ആ ദുഃഖത്തിൽ പങ്കെടുത്തിരിക്കുകയാണ്. അതുപോലെ ഇപ്പം മാത്രമല്ല, അവരുടെ ആ ഒരു അവസ്ഥ കഴിഞ്ഞ് അവർ റിക്കവറി ചെയ്യുന്ന വരെ പോലെ പിന്നെയും തുടർന്നും നമ്മളുടെ എല്ലാം പ്രാർത്ഥന വേണം. അപ്പൊ അതെല്ലാവരും ശ്രദ്ധിച്ചോണം, ആരും മറക്കരുത്. കാര്യം നമ്മളുടെയൊക്കെ പ്രശ്നം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകും. എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ ഓർക്കണം അവരെ. ഇനി നമുക്ക് ഭഗവത്ഗീത യഥാരൂപം നമ്മൾ എടുക്കുവാണ്. ജയോ രാധ മാധവ കുഞ്ച വിഹാരി ഗോപീശന വല്ലഭ ഗിരിവരധാരി. ജയോ രാധ മാധവ കുഞ്ച വിഹാരി ഗോപീശന വല്ലഭ ഗിരിവരധാരി. യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദനന്ദന വ്രജ ജനരഞ്ജന യമുന തീരവനചാരി. ജയോ രാധ മാധവ കുഞ്ച വിഹാരി ഗോപീജന വല്ലഭ ഗിരിവരധാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാമി സ്വാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഗണ ലളിതാ ശ്രീ വിശാഖാനിതാഞ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. മൂകം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരു ദീനതാരിണം പരമാനന്ദമാധവം. ശ്രീചൈതന്യ ഈശ്വരം വാഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമീതി നാമിനേ നമാചാര്യായ പദായ നിത്തായ കൃപാപ്രദായിനേ ഗൗരഗദ ദാമോദായ നഗരഗ്രാമതാരിണേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഈ ഭഗവത്ഗീത സത്സംഗത്തിലേക്ക് സ്വാഗതം. നമ്മള് ഭഗവത്ഗീതയിലെ 1-ാം അധ്യായം കുരുക്ഷേത്ര യുദ്ധത്തിലെ സൈന്യ നിരീക്ഷണം ആണ് കണ്ടുകൊണ്ടിരുന്നത് കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട്. അപ്പൊ അതിൽ നമ്മള് 4, 5, 6 ശ്ലോകങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തല്ലേ. എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിയത്തില്ല, കേറാത്ത ആൾക്കാരുണ്ട് എന്നറിയാം. നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാവർക്കും ഒന്ന് റിവിഷന് വേണ്ടി നമുക്ക് ആദ്യം 1-ാമത്തെ ശ്ലോകം തൊട്ട് ഇവിടം വരെ ഒന്ന് വായിക്കാം. ഓരോരുത്തരായിട്ട് ഞാൻ വിളിക്കുമ്പോൾ ഓരോ ശ്ലോകങ്ങൾ വായിക്കണം, അതിന്റെ അർത്ഥം കൂടി ഒന്ന് പറയണം. വിവർത്തനം മാത്രം മതി, ബാക്കിയൊന്നും വേണ്ട, ഭാവാർത്ഥമൊന്നും ഇല്ലാതെ.
നമുക്കൊരു ആ ഒരു റിവിഷൻ ഇല്ല എങ്കിൽ നമുക്ക് എന്തായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ചില ആൾക്കാർ വരുന്നു പോകുന്നു, അപ്പൊ അവർക്ക് അറിയാനും പറ്റുന്നില്ല. അപ്പൊ നമ്മള് ഇതെന്താണ് സാഹചര്യ സന്ദർഭം എല്ലാം യുദ്ധം ഉണ്ടാകാനുള്ളതെല്ലാം പറഞ്ഞതാണ്. ഇനി ഞാൻ ഇടയ്ക്ക് വേറൊരു ക്ലാസ്സിൽ അത് റിപ്പീറ്റ് ചെയ്യാം. കാര്യം ഇപ്പൊ 3-4 ക്ലാസ്സിലായിട്ട് നമ്മൾ റിവിഷനും എടുക്കുന്നുണ്ട്. അപ്പൊ സാഹചര്യമൊക്കെ അറിയാം, സന്ദർഭം. ഇപ്പൊ ദുര്യോധനൻ ഇപ്പൊ എന്താണ് നടക്കുന്നത്? ദുര്യോധനൻ അദ്ദേഹത്തിന്റെ ആചാര്യനായ ആചാര്യൻ ദ്രോണാചാര്യരോടും ഭീഷ്മ പിതാമഹനോടും സൈന്യത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. പറയുന്നത് ആരോട് പറഞ്ഞു? ഈ പറയുന്നത് ആരോട് പറഞ്ഞു? ധനഞ്ജയൻ ധൃതരാഷ്ട്രോട് അല്ലെ? എത്ര പേർ ഇവര്, അതായത് യുധിഷ്ഠിരൻ അല്ല ഈ ദുര്യോധനൻ അദ്ദേഹത്തിന്റെ ആചാര്യനായ ദ്രോണാചാര്യോട് പറയുന്ന കാര്യം സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയുന്നു. യുദ്ധക്കളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ആ ഒരു സംപ്രേഷണം ചെയ്യുകയാണ്. തത്സമയ സംപ്രേഷണം എന്ന് പറഞ്ഞ പോലെ ആ ഒരു സംപ്രേഷണം ചെയ്യുകയാണ് സഞ്ജയൻ. ഇത് നമ്മള് എന്താണ് വ്യാസദേവൻ ഗണപതി ഭഗവാന് ഉപദേശിച്ചു പറഞ്ഞു കൊടുത്തു. അപ്പൊ നോക്കി എത്ര പേരാ അതിനകത്ത് പിക്ചറിൽ വന്നിരിക്കുന്നതെന്ന്. അതുപോലെ ഭാഗവത, ശ്രീമദ് ഭാഗവതം എങ്ങനെയാണ്? അപ്പം ഇതാ ആരോട് പറഞ്ഞതാണ്? പരീക്ഷിത് മഹാരാജന് പറഞ്ഞത്. ശ്രീമദ് ഭാഗവതത്തിന്റെ ശ്രോതാവ് ആരാണ്? പരീക്ഷിത് മഹാരാജാവ്. പരീക്ഷിത് മഹാരാജാവിനോട് ആര് പറഞ്ഞു? സുഖദേവ് ഗോസ്വാമി പറഞ്ഞത് അവിടെ ഇരുന്ന് കേട്ടതാരാണ്? സൂത ഗോസ്വാമി. സൂത ബ്രഹ്മർഷിയാണ് അല്ലെ? സൂത ഗോസ്വാമി എന്താണ് നൈമിശാരണ്യത്തിലെ ഋഷികളുടെ, അതായത് ആയിരക്കണക്കിന് ഋഷിമാരിരുന്ന സമയത്ത് അവിടെ വീണ്ടും ഈ പറയുന്ന ഭാഗവത ചർച്ച ചെയ്യുന്നതാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. അതാണ് വ്യാസദേവൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് സുഖദേവ ഗോസ്വാമി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്ന കാര്യം അതേ സദസ്സിൽ ഉണ്ടായിരുന്ന ഗംഗാതീരത്ത് വെച്ചിട്ട് പറയുവാണ്. 7 ദിവസം 7-ാം നാൾ തക്ഷകൻ കടിച്ച് മരിക്കുക എന്നുള്ള ശാപം കിട്ടിയപ്പോൾ ഈ 7 ദിവസം ഭഗവാന്റെ കാര്യം കേട്ടിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകാം എന്നുള്ള വിചാരത്തില് ഭക്തനായ പരീക്ഷിത്ത് ആഗ്രഹിച്ചപ്പോൾ തന്നെ അവിടെ ആ ഒരു സന്യാസി വൃന്ദം അവിടെ ഗംഗാതീരത്ത് തടിച്ചുകൂടി. അപ്പോൾ ആര് ലീഡ് ചെയ്യും, എന്ത് പറയണമെന്ന് അറിയാത്ത സാഹചര്യത്തിൽ സുഖബ്രഹ്മർഷി അവിടത്തേക്ക് ആഗതനാകുകയായിരുന്നു. അങ്ങനെ സുഖബ്രഹ്മർഷി എന്താണ് ഈ 7 ദിവസം കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം ചോദിക്കുമ്പോഴത്തേക്കിനും ഭഗവാന്റെ കാര്യം കേൾക്കുകയാണ് ഈ അവസാന സമയം ഏറ്റവും നല്ലത്, അതിൽ ഉപരിയായിട്ട് മറ്റൊരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞ്, അതായത് രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല്, രണ്ടും ഒരുപോലെയായി. അങ്ങനെ ആ ഒരു ഭാഗവത കഥ ആ പരീക്ഷത്തിന് അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് സുഖദേവ ഗോസ്വാമി. അത് കേട്ടിരുന്ന എന്താണ് ശൗനകാദി ഋഷികള് അല്ലെങ്കിൽ സൂത ഗോസ്വാമി അവരെല്ലാവരും എന്താണ് നൈമിശാരണ്യത്തിൽ പോയി വീണ്ടും ഈ കഥ അവിടെ ഇരിക്കുന്ന സന്യാസി വൃന്ദങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഇതാണ് നമ്മള് ശ്രീമദ് ഭാഗവതത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതേപോലെയുള്ള ഇവിടെ നമ്മൾ കണ്ടു ആരാണെന്ന്. ഇനി 1-ാമത്തെ ശ്ലോകം രതിദേവി മാതാജി. ആദ്യത്തെ ശ്ലോകം വായിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയ വരെ വായിക്കാൻ പറയാം. ധൃതരാഷ്ട്ര ഹരേ കൃഷ്ണ. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദയുത്സവ മാമക ചൈവ പാണ്ഡവ ചൈവ കിമകുർവത സഞ്ജയ. ഹരേ കൃഷ്ണ. 2-ാമത്തെ ശ്ലോകം മാധവി രാധാ മാതാജി മൈക്ക് ഓൺ ആക്കിയിട്ട്. ഹരേ കൃഷ്ണ. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം ഗൂഢം ദുര്യോധനസ്തദാ ആചാര്യ ഉപസംഗമ്യ രാജാവചനമാ. അതിന്റെ അർത്ഥം കൂടെ പറഞ്ഞോളൂ. സഞ്ജയൻ പറഞ്ഞു, സൈന്യം 3-ാമത്തെ ശ്ലോകം ജ്ഞാനാംബിക മാതാജി. മാതാജി മൈക്ക് ഓൺ ആക്കും. മൈക്ക് ഇതെന്താ ആർക്കും മൈക്ക് ഓൺ ആക്കാൻ അറിയില്ല? എല്ലാരും കഷ്ടപ്പെടുകയാണ് ഓണാക്കാൻ. പശ്യതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമൂം വ്യൂഢം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാം
ഹരേകൃഷ്ണ അർത്ഥോടെ പറ. അർത്ഥം വായിക്കുന്നില്ല. ആ ഭാവാർത്ഥമല്ലേ? അല്ല, വിവർത്തനം. വിവർത്തനം മതിയോ? അല്ലയോ ആചാര്യ, അങ്ങയുടെ ശിഷ്യനും ബുദ്ധിശാലിയുമായ ദ്രുപദപുത്രൻ ഒരുക്കി നിർത്തിയിട്ടുള്ള ഈ മഹത്തായ പാണ്ഡവ സൈന്യത്തെ ഒന്ന് നോക്കൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നാലാമത്തേത് സൗദാ മാതാജി മൈക്ക് ഓൺ ആക്കിയിട്ട്. മൈക്ക് ഓൺ ആക്കൂ. മാതാജി അവിടെ വായിക്കുന്നുണ്ടെന്ന് അറിയാം, പക്ഷെ ഞങ്ങൾ ആരും കേൾക്കുന്നില്ല. ആ റെഡ് കളറിലിരിക്കുന്ന, ആ ചുവപ്പ് കളറിലിരിക്കുന്ന അവിടെ ഒന്ന് പ്രസ് ചെയ്താൽ മതി, ഓൺ ആയിക്കോളും. മൊബൈലിന്റെ സ്ക്രീനിൽ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ആ റെഡ് കളറിൽ ഒരു ഇതിരിക്കുന്ന അവിടെ ഒന്ന് പ്രസ് ചെയ്താൽ ഓൺ ആകും. ഞാൻ അടുത്ത ആൾക്ക് കൊടുക്കാം. ഗീതാ മാതാജി. കണ്ട് കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. അത്ര ശൂര മഹേശ്വസ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥ. ഭീമാർജുനൻ, കിടനിൽക്കുന്ന യുയുധാനൻ, വിരാടൻ, ദ്രുപദൻ എന്നീ വില്ലാളി വീരന്മാർ ആ സൈന്യത്തിലുണ്ട്. ഭാവാർത്ഥം വായിക്കണോ? വേണ്ട വേണ്ട. ഹരേ കൃഷ്ണ. അഞ്ചാമത്തെ ശ്ലോകം കൃഷ്ണ മാതാജി. ദൃഷ്ടകേതു ചേകിദാന കാശിരാജ വീരവാൻ പുരുജിത് കുന്തിഭോജ ശൈബച്ച നരപുങ്കവഃ. ദൃഷ്ടകേതു, ചേകിദാനൻ, കാശിരാജ, പുരുജിത്, കുന്തിഭോജൻ, ശൈബൻ എന്നീ വീരന്മാരായ യോദ്ധാക്കളും അവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ആറാമത്തെ ശ്ലോകം ഗീതാ മാതാജി. ഹരേ കൃഷ്ണ. യുധാമന്യശ്ച വിക്രാന്ത ഉത്തമൗജാസ്യ വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ്വേ ഏവ മഹാരഥ. കൂടാതെ പരാക്രമിയായ യുധാമന്യു, ബലവാനായ ഉത്തമൗജസ്, സുഭദ്രാപുത്രൻ, ദ്രൗപദിയുടെ മക്കൾ എന്നിവരും യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുകയാണ്. ഇവരെല്ലാം മഹാരഥന്മാർ തന്നെ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് കണ്ടത് ഈ പറഞ്ഞ 7 ശ്ലോകങ്ങളാണ്. അപ്പൊ ഈ സൈന്യ വിവരണമാണ്. പാണ്ഡവരുടെ കൂടെയുള്ള ആ പ്രധാനപ്പെട്ട മഹാരഥന്മാരെ ഒക്കെ ഒന്ന്, ദുര്യോധനൻ അവരൊക്കെ അവിടെ ഉണ്ട്. അതായത് നമ്മള് സാധാരണഗതിയിൽ നമ്മള് എന്ത് കാര്യത്തിനും പോവുകയാണെങ്കിൽ നമ്മളൊന്ന് ശത്രു എത്ര പ്രബലനാണെങ്കിലും ചെറുതാണെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യത്തിന് പോവുകയാണെങ്കിലും നമുക്കൊരു നിരീക്ഷണ പാഠവും നല്ലതാണ്, അല്ലെ? അർജുനനും അത് തന്നെയാണ് ചെയ്തത്. 2 സൈന്യങ്ങളുടെ മധ്യത്തിൽ കൊണ്ട് നിർത്താനാണ് ഭഗവാനോട് പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ ദുര്യോധന് എന്താണ് ചെയ്യുന്നത്? ദുര്യോധന്റെ മനസ്സിൽ പേടിയുണ്ട്. എന്നിട്ട് ആ ഒരു പേടി മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള, ആ പേടി ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് പറയുന്നത്. ആ ഒപ്പം തന്നെ ആചാര്യന് ഇട്ടൊരു പണി കൊടുക്കുകയും ചെയ്യണം. ആചാര്യനോട് ഒരു കൊട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അതായത് നമ്മൾ ആദ്യത്തെ 2-3 ശ്ലോകങ്ങളിൽ കണ്ടു, താങ്കൾ പഠിപ്പിച്ചു വിട്ട ആൾക്കാരൊക്കെ താങ്കൾക്ക് എതിരായിട്ട് നിൽക്കുന്നു. പിന്നെ ശിഷ്യരാണെന്നുള്ള രീതിയിലുള്ള ആ ഒരു ശിഷ്യരാണെന്നുള്ള ഒരു ഇതൊന്നും വേണ്ട, അവരോട് ചായ്വൊന്നും വേണ്ട എന്നുള്ളൊരു ധ്വനിയുമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇനി അടുത്ത ഇന്നത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ 7, 8, 9 ആണ് ഇന്ന് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം 7ാമത്തെ ശ്ലോകം അസ്മാകം തു വിശിഷ്ടായേ താനി ബോധാദിജോത്തമ നായകാ മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമിതേ. അസ്മാകം തു വിശിഷ്ടായേ താനി ബോധാദിജോത്തമ നായകാ മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമിതേ. അസ്മാകം തു വിശിഷ്ടായേ താനി ബോധാദിജോത്തമ നായകാ മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമിതേ. ഹരേ കൃഷ്ണ. അടുത്തത് സുജന മാതാജി വായിക്കാമോ? മൈക്ക് ഓണാക്കൂ മാതാജി. മാഗന്തു വിശിഷ്ടായേ താലിബോധ സുജന മാതാജി. ഭവാൻ ഭീഷ്മഞ്ച കർണഞ്ച. അതല്ല അസ്മാകം തു വിശിഷ്ടയേ താനിബോധദിജോത്തമാം നായക മമ സൈന്യസ്യ സംജാർത്ഥം താൻ ബ്രവീമിതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിലാസിനി മാതാജി.
अस्माकं तु विशिष्टाये तान्निबोधद्विजोत्तम नायका मम सैन्यस्य सप्नातं तान् ब्रवीमि ते ഹരേ കൃഷ്ണ. ബ്രാഹ്മണോത്തമ. അതായില്ല മാതാജി. ഹരേ കൃഷ്ണ. അടുത്തത് ത്രിഭുവന കൃഷ്ണദാസ് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. അസ്മാകം തു വിശിഷ്ടായേ നിബോധതിജോത്തമ നായകാ മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമി തേ. ഹരേ കൃഷ്ണ. അടുത്തത് ഭാരതി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഓം ഹരേ നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അസ്മാകം തു വിശിഷ്ടായേ താനി ബോധദിജോത്തമ നായകാ മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമി തേ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ഇനി അതിന്റെ ശ്രീല പ്രഭുപാദരുടെ പദാനുപദ വിവർത്തനം. ജയ് ശ്രീല തർജ്ജമ. ജയ് ശ്രീല പ്രഭുപാദ്. ദ്വിജോത്തമ ബ്രാഹ്മണ ശ്രേഷ്ഠ. അസ്മാകം തു നമ്മുടെ വിശിഷ്ട പ്രമുഖന്മാർ. ഏവരോ മമ സൈന്യസ്യ എന്റെ സൈന്യത്തിന്റെ നായക നായകന്മാർ. താൻ അവരെ തേ അങ്ങേക്ക് സംജ്ഞാർത്ഥം അറിയാൻ വേണ്ടി ബ്രവീമി ഞാൻ പറയാം. താൻ അവരെ നിബോധ അറിയുക. ബ്രാഹ്മണോത്തമ എന്റെ സൈന്യത്തെ നയിക്കുന്നതിന് യോഗ്യതയുള്ള പടനായകന്മാരെ പറ്റി ഞാൻ പറഞ്ഞു തരാം. അപ്പം ഇത്രയും നേരം എന്താണ് പാണ്ഡവരുടെ അടുത്തുള്ള ആ ഒരു സൈന്യത്തലവന്മാരെയും പ്രധാനപ്പെട്ട ആൾക്കാരെയാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഒട്ടും പുറകിലല്ല. നമ്മൾ അവരോട് കിടനിൽക്കുന്ന ആണെന്ന് അറിയിക്കാൻ വേണ്ടി ഇനി സ്വന്തം സൈന്യത്തിലുള്ള ആൾക്കാരെ പറ്റിയാണ് ഈ പറയുന്ന ദുര്യോധനൻ അത് ഗുരുനാഥനായ ദ്രോണാചാര്യരോട് വിവരിക്കാൻ പോകുന്നത്. അപ്പം അടുത്തത് 8ാമത്തെ ശ്ലോകം. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിം ജയ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിസ്തദൈവ ച. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിം ജയ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിസ്തദൈവ ച. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിം ജയ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിസ്തദൈവ ച. ഹരേ കൃഷ്ണ. പത്മ മാതാജി. ഹരേ കൃഷ്ണ. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിം ജയ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിസ്തദൈവ ച. ഹരേ കൃഷ്ണ. ഒപ്പോ മാതാജി. അറിയില്ല മാതാജി, കാണുന്നില്ല. രതിദേവി മാതാജി. ഹരേ കൃഷ്ണ. ഭവാൻ ഭീമശ്ച കർണശ്ച കൃപശ്ച സമധീം ജയ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തി സദൈവ ച. ഭവാൻ ഭീഷ്മശ്ച എന്നായിരുന്നു കേട്ടോ മാതാജി, ഭീമശ്ച അല്ലായിരുന്നു. ഭീഷ്മശ്ച. ഭീഷ്മശ്ച. അതെ. ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിം ജയഘാം അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിസ്തൈവ സൗമദത്തിസ്തദൈവ ച. ഹരേ കൃഷ്ണ. സൗദ മാതാജി. ഹരേ കൃഷ്ണ. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിം ജയ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിസ്തദൈവ ച. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീല പ്രഭുപാദ്. ഭവാൻ അങ്ങും, ഭീഷ്മ ച ഭീഷ്മ പിതാമഹനും, കർണശ്ച കർണനും, കൃപശ്ച കൃപനും, സമിതിം ജയ എന്നും പോരിൽ ജയിക്കുന്ന, അശ്വത്ഥാത്മ അശ്വത്ഥാമാവും, വികർണച്ച വികർണനും, സൗമദത്തി ച സോമദത്തിന്റെ പുത്രനും, തദൈവച അങ്ങനെ തന്നെ. അപ്പോൾ ഇവിടെ ആരെ പറ്റിയൊക്കെയാണ് പറയുന്നത് നോക്കാം. ശ്രീല പ്രഭുപാദരുടെ വിവർത്തനം. ജയ് ശ്രീല പ്രഭുപാദ്. യുദ്ധത്തിൽ സദാ ജയിക്കുന്നവരായ താങ്കൾ, ഭീഷ്മർ, കർണൻ, കൃപൻ, അശ്വത്ഥാമാവ്
വികർണൻ, സോമദത്തന്റെ പുത്രനായ ഭൂരിശ്രവസ് എന്നിവരും ഉണ്ട്. അപ്പം യുദ്ധത്തിൽ സദാ വിജയിക്കുന്ന ആരാണ്? ദ്രോണാചാര്യര്. കാര്യം ദ്രോണാചാര്യർ ആരാണ്? അവരുടെ ഗുരു ഏത് മഹർഷിയുടെ മകനാണ്? എന്തോ ചോദിച്ചേ? ദ്രോണാചാര്യരുടെ ഗുരു ആരാണെന്ന് അറിയാമോ? ദ്രോണാചാര്യരുടെ ഗുരു. ദ്രോണാചാര്യരുടെ പിതാവും ഗുരുവുമായിട്ടുള്ള ആളാണ് ഭരദ്വാജ മഹർഷിയുടെ മകനാണ്. അതുപോലെ തന്നെ ഭരദ്വാജ മഹർഷിയാണ് അദ്ദേഹത്തിന്റെ ഗുരു. അപ്പൊ ഈ ദ്രോണാചാര്യരും പിന്നെ ആരും കൂടെ കൂടിയാണ് വിദ്യ പഠിച്ചു ഒരുമിച്ച്? ദ്രോണാചാര്യരുടെ സഹപാഠി ആരായിരുന്നു? കൃഷ്ണനും സുദാമയും പഠിച്ച പോലെ ദ്രുപദ മഹാരാജാവ്. പക്ഷെ കൃഷ്ണനും സുദാമയും പഠിച്ചിട്ട് കൃഷ്ണനെ കാണാൻ സുദാമ ചെന്നപ്പോഴും, അതുപോലെ തന്നെ ദ്രുപദരും ദ്രോണരും ഒരുമിച്ച് പഠിച്ചിട്ട് ദ്രുപദനെ കാണാൻ ദ്രോണാചാര്യർ ചെന്ന സംഭവം രണ്ടും നേരെ എതിർ ദിശയിലാണ് അല്ലെ? ഭഗവാനെ കാണാൻ സുദാമ ചെന്നപ്പോൾ എന്താണ് ഭഗവാൻ ഓടിച്ച് ആട്ടിയിറക്കി വിട്ടോ? സ്നേഹത്തോടെ ഭഗവാൻ ഓടി വരുമായിരുന്നു. ഭഗവാൻ ഒത്തിരിയൊക്കെ എവിടെയോ പോയി. ഭഗവാൻ എല്ലാം മറന്നു. ഭഗവാന്റെ ഭക്തനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം മറന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ ശരീരത്തിലെ മാലിന്യങ്ങളോ വേർപ്പോ ഒന്നും ഭഗവാൻ കണ്ടില്ല. പിന്നെ എന്താണ് ഭഗവാന് ഏറ്റവും വലിയ ആ ഒരു സ്ഥാനം ഭഗവാന്റെ ലക്ഷ്മി ദേവി ഇരിക്കുന്ന ആ ഒരു കട്ടിലിൽ തന്നെ ഇരുത്തി ഭഗവാൻ പാദപൂജകൾ ചെയ്തു. അതുപോലെ ബ്രാഹ്മണനാണല്ലോ, പിന്നെ പാദപൂജകൾ അതിഥിയാണ്, അതിഥിയെ സൽക്കരിച്ച് ആചരിച്ചിരുത്തി ഭഗവാന് എന്തൊക്കെയാ പറയുന്നത് ചെയ്യുന്നത് ഭഗവാന് തന്നെ അറിയത്തില്ല. അങ്ങനെ അപ്പോഴത്തേനും ഭഗവാന് മനസ്സിലായി ഇദ്ദേഹം ഒളിപ്പിച്ച് എന്തോ വെച്ചിട്ടുണ്ടെന്ന്. അപ്പൊ അത് ഭഗവാൻ അത് കൈ പിടിച്ച് തട്ടിപ്പറിച്ച് എടുക്കുമായിരുന്നു. ഇദ്ദേഹം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യം എന്താണ്? മുഷിഞ്ഞ വസ്ത്രത്തിലാണ്, അതിനകത്ത് കല്ലും മണ്ണും ഒക്കെയാണ് അവലിൻ്റെ അകത്ത്. അപ്പോഴത്തേനും അത് ഭഗവാൻ എന്ത് ചെയ്തു? അത് ആദ്യത്തെ ആ ഒരു പിടി ഭഗവാൻ ആർത്തിയോടെ ഭക്ഷിച്ചു. ആർത്തിയോടെ ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ ദ്വാരക തന്നെ അവിടെ സുദാമപുരിയിലെത്തി. ദ്വാരക തന്നെ രണ്ടാമത്തെ പിടി പിടിക്കാൻ നേരത്തിൽ ലക്ഷ്മി ദേവി വന്ന്, അല്ലെങ്കിൽ രുക്മിണി ദേവി വന്ന് കൈക്ക് പിടിച്ചു. കാര്യം എന്താണ്? അടുത്ത ഈ പിടിയുടെ കഴിച്ച എന്താണ്? ലക്ഷ്മി ദേവി അവിടെ പോയി സുദാമയ്ക്ക് ദാസിയായിട്ട് പോകേണ്ടി വരും. മനസ്സിലായില്ലേ? ലക്ഷ്മി ദേവി അവിടെ പരിചാരികയായിട്ട് പോകേണ്ടി വരും. പക്ഷെ ലക്ഷ്മി ദേവിക്ക് ഭഗവാനെ കൂടുതൽ സേവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് വിലക്കിയതാണ്. എന്നിട്ട് ആ പ്രസാദം ഞങ്ങൾ എല്ലാവരും കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത് തന്നെത്താനെ കഴിച്ചു തീർത്താൽ എങ്ങനെയാണ്, ഇത് ഞങ്ങൾക്ക് കൂടെ കഴിക്കണ്ടേന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ഭക്തിമാർക്കെല്ലാം വീതിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെയായിരുന്നു നടന്നത്. അപ്പൊ സുദാമ എന്തെങ്കിലും ചോദിച്ചോ ഭഗവാനോട്? ചോദിക്കാനൊക്കെ വന്നാ നമ്മളിപ്പോ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോവല്ലോ. ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ എത്ര ലിസ്റ്റുമായിട്ടാ പോകുന്നത് അല്ലെ? ഫുള്ള് ഒരു ലിസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ഭഗവാന്റെ അടുക്ക് പോവാണ് അല്ലെ? 1, 2, 3, 4 ഇതെല്ലാം ചോദിക്കണം എന്ന് പറഞ്ഞു. അവിടെ ചെല്ലുമ്പോ ആർക്കൊക്കെ ചോദിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് കൈ പൊക്കാമോ? ഭഗവാന്റെ അടുക്കൽ ഭഗവാൻ നമ്മളെ ഒന്ന് കാണണമെന്നാണ് നമ്മുടെ ഒരു പ്രാർത്ഥന ശരിക്കും വേണ്ടത് അല്ലെ? നമ്മുടെ ആ ഒരു ഭാണ്ഡക്കെട്ട് ഭഗവാന്റെ അടുക്കൽ അഴിച്ചു വെക്കാനായിട്ട് പോകരുത്. ഭഗവാന് നമ്മളെ ഒന്ന് കാണാൻ ഈ കോടാനുകോടി ജനങ്ങളിൽ വരുമ്പം ഭഗവാന്റെ ദൃഷ്ടി എങ്ങനെയെങ്കിലും നമ്മളുടെ ദേഹത്തൊന്ന് പതിക്കണമെന്നായിരിക്കണം നമ്മളുടെ പ്രാർത്ഥന. അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഭഗവാൻ അറിയാതെയാണോ? അതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ഇരിപ്പുണ്ട് ഭഗവാൻ അല്ലേ? അപ്പൊ ഭഗവാൻ അറിയാതെ ഒരു കാര്യവും നടക്കുന്നില്ല. ഭഗവാൻ എല്ലാം അറിയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഭഗവാനെ ഒന്ന് കൺകുളിർക്കെ ഒരു ദർശനം, ഒരു സെക്കൻഡ് കിട്ടിയാൽ മതി എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് പോകുന്നത്. ഇതേപോലെ തന്നെ ഭഗവാനെ സേവിക്കാനായിട്ട് അവസരം കിട്ടിയ ഒരാള് ഭഗവാനെ സർവ്വതും മറന്ന്, നമ്മളിപ്പോ സുദാമയുടെ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞ പോലെ കല്ലും മുള്ളും ഒക്കെയുള്ള അവലാ കൊടുത്തത് സുദാമയുടെ പത്നി. പക്ഷെ ഇതേപോലെ തന്നെ പഴത്തിലി കൊടുത്ത ഒരു ഭക്തയുണ്ട് ഭഗവാന്. ആരാണെന്നറിയാമോ? വിതുരരുടെ ഭാര്യ. ആരാണ് മദനി? വിതുരാണി. അപ്പൊ വിതുരരുടെ ഭാര്യ. അതുപോലെ തന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് സന്ധ്യ സംഭാഷണത്തിനൊക്കെ ദുര്യോധനന്റെ അടുക്ക് വരുമ്പോ അവിടെ കാര്യം രാജകൊട്ടാരാണ്, ഇഷ്ടം പോലെ ഭക്ഷിക്കാനൊക്കെ ഉണ്ട്. പക്ഷെ വിതുരര് ദാസീപുത്രനല്ലേ? മന്ത്രി ആണെങ്കിലും ദാസീപുത്രനാണ്. അപ്പം സാധാരണഗതിയിലുള്ള ആൾക്കാർ അങ്ങനെയുള്ള ഗ്രഹങ്ങളിലേക്ക് പോകാനായിട്ട് മടിക്കും. പക്ഷെ ഭഗവാൻ ഹസ്തിനപുരത്തിൽ വരുമ്പോഴൊക്കെ താമസിക്കാൻ ആഗ്രഹിക്കുന്ന വിതുരരുടെ ഭവനത്തിലാണ്. കാര്യം അത് യമധർമ്മരാജാവിന്റെ അവതാരമാണ്. അദ്ദേഹം പരമഭക്തനാണ് ഭഗവാന്റെ. ശ്രീമദ് ഭാഗവതത്തിലെ 3-ാമത്തെ കാണ്ഡം മുഴുവനും വിതുരരും മൈത്രേയ മുനിയുമായിട്ടുള്ള സംവാദമാണ് പറയുന്നത്. അപ്പൊ ആ വിതുരര് ഇവിടെ നിന്ന് ദുര്യോധന ആട്ടി ഇറക്കി വിട്ട് കഴിയുമ്പോഴത്തേനും
എന്ത് ചെയ്യുന്നു? അത് അദ്ദേഹത്തിന് വളരെ നന്നായി. കാര്യം ഈ രാജ്യഭാരെല്ലാം ഉപേക്ഷിച്ച് ഭഗവാനെ പറ്റി അറിയാനായിട്ട് പോവാണ്. അങ്ങനെ ഉദ്ധവരുടെ അടുക്കലെത്തി. ഉദ്ധവര് എന്ത് ചെയ്തു? ഉദ്ധവര് നേരെ എന്ത് ചെയ്തു? അതിന് പറ്റിയ യോഗ്യതയുള്ള ആളാണ് മൈത്രേയ മുനി എന്ന് പറഞ്ഞ് മൈത്രേയ മുനിയുടെ അടുക്കിലേക്ക് വിട്ടു. അപ്പൊ അതാണ് മൈത്രേയ മുനിയുടെ അടുക്കൽ നിന്ന് ഭഗവാന്റെ കാര്യങ്ങൾ കേട്ടു. ഭഗവാനും ഭഗവാന്റെ ഭക്തരും പോയി നടന്ന വഴികളിലൂടെ ഒക്കെ സഞ്ചരിച്ചു. ഭഗവാന്റെ ലീലകൾ നടന്ന സ്ഥലങ്ങളെല്ലാം കണ്ടു. അങ്ങനെ അങ്ങനത്തെ ആ ഒരു വിതരൻ, അതുപോലെ മഹാഭക്തൻ ഭഗവാൻ ആ ഭക്തന്റെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോഴത്തേനും ആ വിതരാണിയാണെങ്കിൽ വിതരനേക്കാളും കൂടുതൽ ഭക്തിയാണുള്ളത്. ഭഗവാൻ എന്ത് കൊടുക്കും? നമ്മളെ വീട്ടിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഭഗവാൻ അപ്രതീക്ഷിതമായിട്ട് കയറി വന്നിരിക്കുകയാണ്. എന്ത് ഞാൻ കൊടുക്കും ഭഗവാന്? എന്ത് കൊടുത്താൽ മതിയാകും എന്നൊക്കെ വിചാരിച്ച് അവിടെ ഇരുത്തി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കദളിപ്പഴത്തിന്റെ ഒരു കൊല അവിടെ കണ്ടിട്ട് വിതരർ വെട്ടിക്കൊണ്ട് വന്നു. അത് അവിടെ വെച്ചു. ഇത് ഭഗവാന് കൊടുക്കാൻ പറഞ്ഞിട്ട് വിതരർ പോയ സമയത്ത് ഭഗവാനെ എങ്ങനെ കൊടുക്കുമെന്ന് അറിയാതെ ഇങ്ങനെ പഴത്തൊലി ഊരി ഭഗവാൻ കൊടുത്തു. എന്ത്? പഴം നേരെ താഴേക്കും വലിച്ചെറിഞ്ഞു. അപ്പൊ ഇങ്ങനെ കുറെ ഇത് കഴിഞ്ഞു. ഭഗവാൻ ഇത് അറിയുന്നുണ്ടോ? ഭഗവാൻ പഴത്തൊലി നല്ലതായിട്ട് കഴിച്ചു. പഴത്തൊലി നന്നായിട്ട് ഭഗവാൻ കഴിച്ചു, വളരെ മധുരമായിട്ട് കഴിച്ചു. വിതരര് വന്ന് നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? പഴം മുഴുവൻ താഴെ. നീ എന്ത് അപരാധമാണ് ഈ ചെയ്തതെന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കിനും എന്താ കാണുന്നത്? ഇവിടെ ഭഗവാൻ ആ തൊലി മുഴുവൻ നീ കൊടുത്തോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഞാൻ എന്ത് അപരാധമാണല്ലോ കാണിച്ചതെന്ന്. ഭഗവാൻ പറഞ്ഞു, ഞാൻ എന്താണ്? തൊലിയല്ല ഞാൻ കണ്ടത്, ഞാൻ ആ ഭക്തിയും ഭാവവുമാണ് കണ്ടത്. ആ ഭാവമാണ് ഞാൻ ഭക്ഷിച്ചത്. എനിക്ക് ഈ പഴമോ അതോ എല്ലാം വേണോ? അതിന്റെ എല്ലാം എന്താ പറഞ്ഞ ഉടമസ്ഥാവകാശം ഞാനല്ലേ. എനിക്കെന്താണ് നിങ്ങളുടെ ആ ഒരു ഭക്തി, ആ കൊടുക്കാനായിട്ടുള്ള ആ ഒരു മനസ്സ്, ആ ഒരു ഭാവം, ഇത് മാത്രം പോരെ. എനിക്ക് ഭാവഗ്രാഹി ജനാർദ്ദനാണ്. നമ്മുടെ ഭാവം മാത്രം മതി ഭഗവാന്. നമ്മളുടെ സൗന്ദര്യമോ മേക്കപ്പോ അതുപോലെ തന്നെ നമ്മളുടെ ആഭരണങ്ങളോ 101 പവനൊക്കെ ഇട്ടിട്ട് ഭഗവാനെ കാണിക്കാനായിട്ട് പോവോ? പട്ടുസാരിയൊക്കെ കൊടുത്ത് ഞെളിഞ്ഞു പോവോ? ഇതൊന്നും അല്ല ഭഗവാന് വേണ്ടത്. ഭഗവാൻ എന്താണ്? നമ്മളുടെ ഭക്തിയും നമ്മളുടെ ഭാവവും നമ്മളുടെ മനസ്സും നമ്മളുടെ ഹൃദയവുമാണ് ഭഗവാന് വേണ്ടത്, അല്ലെ? ബാക്കിയുള്ളതൊന്നും ഭഗവാന് വേണ്ട. കാര്യം ആ പഴത്തൊലിയിൽ എന്താണ്? ഭഗവാൻ അമൃതാണ് ഭക്ഷിച്ചത്. കാര്യം ഇവരുടെ ഹൃദയം അത്ര നൈർമല്യമാണല്ലേ, അത്ര പരിശുദ്ധയാണല്ലേ. അപ്പൊ ആ പരിശുദ്ധ ഭക്തിയും സ്നേഹവും ആ ഒരു നല്ല മനസ്സും ഒക്കെയാണ് ഭഗവാൻ ഭക്ഷിച്ചത്. അപ്പൊ അത് തന്നെയാണ് നമുക്ക് അന്ന് വെച്ച് ഭഗവാൻ പഴത്തൊലി കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ആ ഒരു ഭക്തിയും ഭാവവുമാണ് നമുക്ക് എപ്പോഴും വേണ്ടതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ഞാനിപ്പം ഇടയ്ക്ക് എല്ലാവരും പോകുന്നതിന് മുന്നേ ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. അല്ലെങ്കിൽ ഇടയ്ക്ക് ഞാനിത് തീരാറാകുമ്പോഴത്തേനും ആൾക്കാരൊക്കെ ലീവ് ചെയ്തു പോകും. അതുകൊണ്ട് ഞാനത് പറയാണ്. ഞാൻ ഇന്നലെ രാമായണ പാരായണത്തിൽ വന്ന് ചിലരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരറിഞ്ഞു കാണും എന്ന് വിചാരിക്കുന്നു. ആരോ ലീവായല്ലോ വീണ്ടും. അപ്പം ഇതുപോലെ ഗുരുവായൂരപ്പന്റെ ആ ഒരു കൃപ കൊണ്ട് എനിക്ക് എങ്ങനെയാ പറയേണ്ടത് എനിക്ക് അറിയത്തില്ല. ഗുരുവായൂരപ്പന്റെ കൃപ കൊണ്ട് നമുക്ക് സത്സംഗത്തിന് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരിക്കാനായിട്ടുള്ള സ്ഥലം ഗുരുവായൂരപ്പന്റെ വളരെ അടുത്ത് തന്നെ ശരിയായിട്ടുണ്ട്. ആ വിവരം ഞാൻ എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഗുരുവായൂരപ്പന് വളരെ പ്രേമവൃന്ദാവനം സത്സംഗത്തിലെ ആൾക്കാർക്ക് വരുമ്പോൾ ഒന്നിച്ചു കൂടാനും പിന്നെ എന്താ പറയുന്നത്, അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ ഉള്ളപ്പം നമുക്കിനി റെന്റൽ ഒന്നും എടുക്കാതെ നമുക്കൊരു പ്രോഗ്രാം നടത്താനായിട്ടൊക്കെയുള്ള സ്ഥലം ഗുരുവായൂരപ്പന്റെ അടുക്കൽ തന്നെ വളരെ അടുത്ത് 2 കിലോമീറ്റർ അടുത്ത് ശരിയായിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ഇത് നടന്നത് എന്നൊക്കെ ചോദിച്ച് എനിക്ക് അറിയത്തില്ല. കാര്യം അത് ഭഗവാനാണ് ചെയ്തത് കൊണ്ട് ഞാനായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഭഗവാന്റെ കുറെ ഭക്തരും ഭഗവാനും കൂടെ കൂടി ചെയ്തതാണ്. അപ്പൊ അത് ഭഗവാന്റെ ഒരു മിറാക്കിളാണ്, ഭഗവാന്റെ ആ ഒരു യോഗമായാണ് എന്നൊക്കെ എനിക്ക് പറയേണ്ടി വരും. കാര്യം അതെല്ലാം എനിക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വളരെ സ്വപ്നമായിട്ടാണ് തോന്നുന്നത്. എങ്ങനെ സാധിച്ചു എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയില്ല. കാര്യം എന്റെ മനസ്സിൽ നിന്നൊക്കെ തന്നെ അത് മാഞ്ഞു പോയിരിക്കുകയാണ്. കാര്യം അത് ചെയ്തത് ഞാനല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഒരു നമുക്ക് ഗുരുവായൂർ ശരിയായിട്ട് അപ്പൊ അതിന്റെ പാലുകാച്ചൽ ചടങ്ങ് അത് നടത്താൻ പോകുന്നത് ഈ മാസം 24-ാം തീയതി ശനിയാഴ്ച ദിവസമാണ്. ഞായർ അത് കഴിഞ്ഞ് തിങ്കളാഴ്ച നമ്മുടെ ജന്മാഷ്ടമിയാണ് ഗുരുവായൂര്. അപ്പൊ ഞാൻ ഒരു ലീവിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം എനിക്ക് ആ പാലുകാച്ചൽ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ടുള്ള ഒരിതിന്. അപ്പൊ നിങ്ങളെ എല്ലാവരെയും ഞാനിപ്പം ക്ഷണിക്കുകയാണ് അതിന് വേണ്ടിയിട്ട്, അതിൽ പങ്കെടുക്കാനായിട്ട്.
അപ്പം വരാൻ പറ്റുന്നവരെല്ലാവരും തന്നെ എത്തിച്ചേരണം. ഏകദേശം 11-നും 12-നും ഇടയ്ക്കാണ് ചടങ്ങ്. രാവിലെ തൊട്ട് പൂജകളൊക്കെ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കീർത്തനവും അങ്ങനെ വൈഷ്ണവരെയൊക്കെ വിളിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ആരും വിളിച്ചിട്ടില്ല, നിങ്ങളോടാണ് ആദ്യം പറയുന്നത്. അപ്പം ആ വീടിന്റെ പേരും ഞാൻ പ്രേമവൃന്ദാവനം എന്ന് തന്നെ ആണ് ഞാൻ ഇടാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങളെ എല്ലാവരെയും അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു ആ ഒരു പ്രോഗ്രാമിലേക്ക്. ഹരേ കൃഷ്ണ. അപ്പൊ എല്ലാവരും എത്തുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ എത്തുന്നവർ എന്നോട് നേരത്തെ പറയണം, കാര്യം പ്രസാദം അറേഞ്ച് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് നേരത്തെ അറിയിക്കണം. പിന്നെ അവിടെ താമസിക്കാനുള്ള സൗകര്യം ആയിട്ടില്ല. ഇപ്പൊ അവിടെ താമസക്കാരുണ്ട്. അത് കാരണം അവർ പോയി കഴിഞ്ഞ് പെയിന്റ് ഒക്കെ അടിച്ചിട്ട് വേണം കയറാൻ. മുകളിലത്തെ നിലയിലാണ് അതായത് ഹാളൊക്കെ ഉള്ളത്, ഈ പ്രോഗ്രാമിനൊക്കെ ഉള്ളത്. താഴത്തെ നിലയിൽ ആൾക്കാർക്ക് താമസിക്കാനുള്ള സ്ഥലമാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഒരു മിറാക്കിൾ നടന്നിരിക്കുന്നു, ഭഗവാൻ ചെയ്തിരിക്കുന്നു. അപ്പം വരുന്ന ആൾക്കാരെ എന്നെ വാട്സപ്പിൽ വിവരം അറിയിക്കണം, ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ്. താമസിക്കാനായിട്ട് സൗകര്യം ഇല്ലാത്ത കാരണം എവിടെയെങ്കിലും റൂം എടുക്കണം. അത് കഴിഞ്ഞിട്ട് വരുന്നുണ്ടെങ്കിൽ എന്നിട്ട് അവിടേക്ക് എത്തിച്ചേരുക രാവിലെ. ഹരേ കൃഷ്ണ. ത്രിഭുവന കൃഷ്ണദാസ് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഞാൻ പ്രഭുവിനെ വിളിക്കാനിരിക്കുകയായിരുന്നു. പ്രഭു ഇന്ന് വന്നത് നന്നായി. വളരെ എനിക്ക് ഈ വിവരം പറയാൻ പറ്റി. പ്രഭു തലേദിവസം എത്തണം എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. ഇതെന്താ പരിപാടി പ്രഭു? അത് സ്ഥലം വിലക്ക് മേടിച്ചാ? അതെ, അവിടെ ഒരു വീടും സ്ഥലവും കൂടെ കൂടി. അത് ഫുൾ ടൈം പ്രഭുവിന്റെ കയ്യിലാവോ? അതെ, എന്റെ കയ്യിലാകും. ഓക്കെ. അപ്പൊ നമ്മുടെ എന്റെ കയ്യിൽ ആവശ്യത്തിന് എന്ന് അവിടെ പറയരുത് പ്രഭു, എന്റെ കയ്യിൽ എന്ന് പറയത്തില്ല, ഭഗവാന്റെ എന്നാണ് ഞാൻ പറയുള്ളൂ. കാര്യം എനിക്ക് അറിയില്ല. ഫുൾ ടൈം ഉണ്ടാവും അങ്ങനെ? അതായത് നമുക്ക് ആവശ്യത്തിന് കിട്ടാണോ എന്ന് ചോദിക്കുന്നത് അല്ല അല്ലേ? അതെ അതെ, അത് മുകളിലത്തെ ഫ്ലോറ്. അത് മുകളിലേക്ക് ഒരു എൻട്രൻസ് ഉണ്ടാക്കണം എന്നാണ് വിചാരിക്കുന്നത്. മുകളിലേക്ക് പ്രത്യേക എൻട്രൻസ്. അപ്പം പ്രഭു ഞാൻ 22-ാം തീയതി ഇവിടുന്ന് തിരിക്കണം എന്നാണ് വിചാരിക്കുന്നത്, അവധി പാസ്സായെങ്കിൽ. വ്യാഴാഴ്ച വെള്ളിയാഴ്ച അവിടെ എത്തിച്ചേരുമ്പോൾ പ്രഭു അവിടെ എത്തിച്ചേരുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സേവയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പ്രഭു എത്തിച്ചേരുവാണ് അനുഗ്രഹമായനെ. ഇവിടെ ജന്മാഷ്ടമിയുടെ തിരക്കാണ്. അത് 26-ാം തീയതി ഇവിടെ വലിയ പ്രോഗ്രാം നടക്കുന്നു. 26-ാം തീയതി. അപ്പൊ 24-ലാണിത്. 24-ലാണിത്. അപ്പൊ ജന്മാഷ്ടമി എനിക്ക് കൂടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കും. ജന്മാഷ്ടമി രാത്രിയിലാണ് യാത്ര തിരിക്കേണ്ടത്, തിരിച്ചിങ്ങോട്ടുള്ള യാത്ര. ഇവിടെ പകലാണ് ഇതുണ്ടാവുക, ജന്മാഷ്ടമിയുടെ പരിപാടി. ഗുരുവായൂർ പ്രഭു, ഗുരുവായൂർ കൂടുവോ അതോ ഇസ്കോണിൽ കൂടുവോ, എങ്ങനെയാ എന്ത് ജന്മാഷ്ടമിയുടെ പ്രോഗ്രാം? ഇവിടെ തൃശ്ശൂർ സത്സംഗത്തില്. തൃശ്ശൂർ സത്സംഗത്തിൽ അല്ലേ? തൃശ്ശൂർ സത്സംഗത്തിന് സെപ്പറേറ്റ് ഇവിടെ വലിയ പ്രോഗ്രാം നടക്കാറുണ്ട് എല്ലാ കൊല്ലം. അതെ അല്ലേ? രാവിലെ 8 മണി, ഞാൻ അയച്ചു തരാം. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 3 മണി വരെ ഫംഗ്ഷനാ. അപ്പൊ അതെല്ലാം കൂടെ ഗുരുവായൂർ പോവാറില്ല. അതെ അല്ലേ? ക്ലാസ് കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ, ആൾക്കാർ ഇടയ്ക്ക് ലീവ് ചെയ്യുമല്ലോ, അതുകൊണ്ട് ഞാൻ ലീവ് ചെയ്യുന്നതിന് മുൻപേ പറഞ്ഞതാണ്. അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം നന്നായിട്ട്. അപ്പം നമ്മുടെ ലക്ഷ്യം വൃന്ദാവനമാണ്, ഗുരുവായൂരപ്പന്റെ അവിടെ നിന്ന് പിന്നീട് വൃന്ദാവനമാണ് നമ്മുടെ ലക്ഷ്യം. ഹരേ കൃഷ്ണ, ഹരി ബോൾ. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആരുടെ കാര്യമാണ്? ദ്രോണാചാര്യരുടെ. അപ്പൊ ദ്രോണാചാര്യരോട് കൂടെയുള്ള ആരൊക്കെയാണ് എന്ന് പറയുവാണ്. നമ്മുടെ കൂടെയുള്ള മഹാരാജന്മാരെ പറ്റി വിവരിക്കുകയാണ്. യുദ്ധത്തിൽ സദാ വിജയിക്കുന്നതായ താങ്കൾ എന്ന് പറഞ്ഞാൽ ദ്രോണാചാര്യർ യുദ്ധത്തിൽ സദാ വിജയിക്കുന്നു. പിന്നെ അടുത്ത ആരാണ്? ഭീഷ്മ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ആരെ പറ്റിയാണ് പറഞ്ഞത്?
ദ്രോണാചാര്യ പറ്റി അല്ലേ? യുദ്ധത്തിൽ സദാ ജയിക്കുന്നതാണ് അദ്ദേഹം. അദ്ദേഹത്തെ പരാജയപ്പെടുത്തണമെങ്കിൽ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ ദ്രോണാചാര്യ. ഏതാണ് കണ്ടീഷൻ? അദ്ദേഹത്തിന്റെ മനസ്സിനെ എന്താണ് തളർത്തണം, മനസ്സിനെ ദുർബലപ്പെടുത്തും. തളർത്തണം. അതുപോലെ അദ്ദേഹത്തിനെ വധിക്കാൻ നേരത്ത് എന്താണ് സംഭവിച്ചത്? അശ്വത്ഥമാവ് യുധിഷ്ഠിരെ കൊണ്ട് എന്താണ് അശ്വത്ഥാമ അശ്വത്ഥമാവ് മരിച്ചു അശ്വത്ഥാമാവ് ഭീമനെ കൊണ്ട് വധിപ്പിച്ചിട്ട് യുധിഷ്ഠിരനെ കൊണ്ട് കള്ളം പറയിച്ചു. പക്ഷെ യുധിഷ്ഠിരൻ പറഞ്ഞത് അശ്വത്ഥാമാവ് എന്ന ആന എന്ന് പറഞ്ഞുള്ളത് പതുക്കെ പറഞ്ഞു. അങ്ങനെ ആ യുധിഷ്ഠിരൻ പറഞ്ഞപ്പോഴാണ് ദ്രോണാചാര്യർ വിശ്വസിച്ച്, അപ്പം പുത്രൻ മരിച്ചു, ഇനി താൻ എന്തിനാ ജീവിച്ചിരിക്കുന്ന, മനസ്സ് മടുത്ത് അങ്ങനെയുള്ള ആ ഹൃദയം തളർന്നിരിക്കുന്ന സമയത്ത് മാത്രമേ ഇദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഒരിക്കലും ഇദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ പറ്റുകയില്ലാത്ത ആ ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഇദ്ദേഹം ദുര്യോധനൻ പരിചയപ്പെടുത്തി. യുദ്ധത്തിൽ സദാ വിജയിക്കുന്നവരായ താങ്കൾ. പിന്നെ അടുത്ത ഭീഷ്മരെ ആരെങ്കിലും എന്താണ് സ്വച്ഛന്ത മൃത്യു വരദാനമായിട്ടുള്ള ആളാണ് ഭീഷ്മർ. അപ്പൊ ഭീഷ്മരെ വധിക്കാനായിട്ട് ആരെ കൊണ്ട് സാധിക്കത്തില്ല. കാര്യം എന്താണ്? അദ്ദേഹത്തിന്റെ പിതാവ് കൊടുത്ത വരദാനമാണ്. എപ്പോൾ മരിക്കണമെന്ന് സ്വയം ആഗ്രഹിച്ചാൽ മാത്രമേ അദ്ദേഹത്തിനെ വധിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഭീഷ്മരെ വധിക്കാനായിട്ട് ആരെയാണ് ഉപയോഗിച്ചത്? ശിഖണ്ഡി. അതായത് സ്ത്രീകളുടെ മുന്നിൽ ആയുധം ഉയർത്തില്ല എന്നുള്ള ആ ഒരു ശപഥമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ശപഥം ആണ് ഇവര് പ്രയോഗിച്ചത് ആ ഒരു അവസരത്തില്. പിന്നെ അടുത്തത് കർണൻ. കർണൻ ആരുടെ മകനാണ്? പിന്നെ സൂര്യദേവന്റെയും കൂടെ പുത്രനാണ് അല്ലെ? കുന്തിദേവിക്ക് വിവാഹത്തിന് മുൻപുണ്ടായ പുത്രനാണ്. അത് ആരാണ്? കർണൻ ആരായിട്ടാണ് വളർന്നത്? എടുത്തു വളർത്തിയത് സൂതപുത്രനായിട്ട്. എന്താണ് പേര്? രാധേയൻ. രാധയുടെ മകനായിട്ടാണ് വളർന്നത്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരറിയാമോ? എനിക്ക് അത്ര ഓർമ്മയില്ല, ഞാൻ ഓർക്കുന്നില്ല. രാധേയനായിട്ട് വളർന്ന പിതാവിന്റെ പേര് വളരെ ഫേമസ് ആയിട്ടാണ്. ഭീഷ്മരുടെ സാരഥിയാണ് അദ്ദേഹം. അധിരഥൻ. അതെയോ? ഭീഷ്മരുടെ സാരഥിയാണ്. അപ്പം അങ്ങനെയുള്ള ഭീഷ്മർ, കർണൻ. പിന്നെ എന്താണ്? കർണൻ ഇവരുടെ പക്ഷത്ത് ചേർന്നു. ആരുടെ? ദുര്യോധനന്റെ പക്ഷത്ത് ചേർന്നു. ദുര്യോധനൻ കാര്യം ഒരുപാട് ഈ സൂതപുത്രൻ എന്നുള്ള അപമാനങ്ങളൊക്കെ ഒരുപാട് സഹിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ ആ ഒരു ആ യോദ്ധാവ് എന്ന നിലയിലുള്ള ആ ഒരു ഇത് പ്രയോജനപ്പെടുത്താനായിട്ട്, അർജുനനെ കീഴ്പ്പെടുത്താനായിട്ട് തത്തുല്യനായ ഒരാളെ കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? മറ്റുള്ള ആ ഒരു സൂതപുത്രനാണെന്നുള്ളതൊക്കെ മറന്നിട്ട് ആ ഒരു അംഗരാജാവായിട്ട് അംഗരാജ്യത്തിന്റെ അധിപനാക്കി കൊടുത്ത്, അർദ്ധരാജ്യം കൊടുത്ത് കർണന് പദവിയെല്ലാം കൊടുത്തിട്ട് കർണനെ എന്താണ് കൂടെ കൂട്ടി. അതുപോലെ തന്നെ കൃപൻ. ആരാണ് കൃപൻ? കൃപാചാര്യരാണ് ഇവരുടെ ഒരു കുലഗുരു പോലത്തെയാണ് ഈ കൗരവരുടെ കൃപാചാര്യര്. അദ്ദേഹത്തിന്റെ സഹോദരിയായ കൃപിയുടെ ഭർത്താവാണ് ദ്രോണാചാര്യര്. കൃപാചാര്യരുടെ സഹോദരരായ കൃപിയുടെ ഭർത്താവാണ് ദ്രോണാചാര്യര്. പിന്നെ ദ്രോണാചാര്യരുടെ പുത്രനായ അശ്വത്ഥാമാവ്, പിന്നെ ദുര്യോധനന്റെ അനുജനായ വികർണൻ, പിന്നെ സോമദത്തന്റെ പുത്രനായ ഭൂരിശ്രവസ് എന്നിവരും ഉണ്ട്. ആരാണ് സോമദത്തൻ? സോമദത്തന്റെ പുത്രനായ ഭൂരിശ്രവ. ഈ സോമദത്തൻ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ശാന്തനു മഹാരാജാവിന്റെ ഒരു ജ്യേഷ്ഠനുണ്ട്. ആ ജ്യേഷ്ഠരിൽ ഒരാളുടെ പുത്രനാണ്. അപ്പം ആ സോമദത്തന്റെ മകനായ ഭൂരിശ്രവസ് ഇതേപോലെ തന്നെ നമ്മളുടെ സോമദത്തൻ ഇതുപോലെ നമ്മുടെ ദേവകി മാതാവില്ലേ, ശ്രീകൃഷ്ണ ഭഗവാന്റെ അമ്മ, ശ്രീകൃഷ്ണ ഭഗവാന്റെ അമ്മയുടെ ദേവകി മാതാവിന്റെ സ്വയംവരത്തിൽ, കംസൻ നടത്തിയ സ്വയംവരത്തില് പങ്കെടുക്കാൻ ചെന്നു. അവിടെ വെച്ചിട്ട് വസുദേവരുടെ പ്രതിനിധി ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ പേരെന്താണ്? സൂരി എന്നാണെന്നാണ് എന്റെ ഓർമ്മ. വസുദേവരുടെ പ്രതിനിധിയായിട്ട് കൂട്ടുകാരനായിട്ടുള്ള ഈ സൂരി എന്ന് പറയുന്ന ആള് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് അവിടെ വെച്ചിട്ട് ഒരു യുദ്ധം ഉണ്ടായി. അവിടെ വെച്ചിട്ട് എന്നിട്ട് ഇദ്ദേഹത്തിന്റെ തലമുടിയെ പിടിച്ച് വലിച്ച് ഒരുപാട് അപമാനിച്ചു. അപ്പോഴേ തീരുമാനിച്ചതാണ് ഈ യാദവരുമായിട്ടുള്ള ആ ഒരു വൈര്യം. അങ്ങനെ ആ ഒരു വൈര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ഇദ്ദേഹം എന്നിട്ട് എന്ത് ചെയ്തു? ഈ സോമദത്തൻ പോയി മഹാദേവൻ ഒരു
തപസ്സിരുന്നു. മഹാദേവനെ തപസ്സിരുന്ന് മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹാദേവനോട് വരം ചോദിച്ചത് എന്താണ്? ഈ പറയുന്ന ഈ വസുദേവരുടെ പരമ്പരകളിൽ വരുന്ന ആൾക്കാര് അവരെ വധിക്കാനായിട്ട് ഉതകുന്ന ഒരു പുത്രൻ എനിക്ക് വേണം എന്ന് പറഞ്ഞ് അങ്ങനെ കിട്ടിയ ആളാണ് ഭൂരിശ്രവസ്, മകനാണ് ഭൂരിശ്രവസ്. അപ്പൊ ആ ഭൂരിശ്രവസ് ഇവർക്ക് എതിരായി എതിർപക്ഷത്ത് ദുര്യോധനന്റെ കൂടെ കൂടി അവർക്ക് എതിർപക്ഷത്ത് ആണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ഇവരുടെ ആ സോമദത്തന്റെ പുത്രനായ ഭൂരിശ്രവസ്, അതായത് ആരും നിസ്സാരക്കാരനല്ല, മഹാദേവന്റെ വരദാനമുള്ള ആളാണല്ലേ അദ്ദേഹം. ഈ പറഞ്ഞ പോലെ ഈ സൂരി എന്ന് പറയുന്ന ആളെ ഇവിടെ അല്ല, സത്യകി, ഈ സൂര്യയുടെ പുത്രനാണ് സത്യകി. ആ സത്യകിയെ വധിക്കുന്ന ഇദ്ദേഹമാണ് ഈ പറയുന്ന ഭൂരിശ്രവസ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടല്ലോ അവരുടെ പക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരെ. അപ്പൊ അതിലുള്ള ആ സത്യകിയെ വധിക്കുന്നത് ഇദ്ദേഹമാണ്. സ്വപക്ഷത്തുള്ള മികച്ച സേനാനികളെയും ദുര്യോധനൻ എണ്ണി പറയുന്നു. യുദ്ധത്തിൽ തോൽവിയില്ലാത്തവരാണ് ആ വീരന്മാർ. വികർണൻ ദുര്യോധനന്റെ സഹോദരനും അശ്വത്ഥമാവ് ദ്രോണരുടെ പുത്രനും. സൗമദത്തി അഥവാ ഭൂരിശ്രവസ് ബ്ലാഹീക രാജാവിന്റെ മകനുമാണ്. അതായത് ബാഹ്ലീക രാജാവാണ്. ആരാണ്? ശാന്തനു മഹാരാജാവിന്റെ ജ്യേഷ്ഠനാണ്. ശാന്തനു മഹാരാജാവിന്റെ ജ്യേഷ്ഠനായ ബാഹ്ലീക രാജാവിന്റെ മകനാണ് സോമദത്തൻ. സോമദത്തന്റെ പുത്രനാണ് ഭൂരിശ്രവസ്. അപ്പം പാണ്ഡവുമായിട്ടുള്ള വിവാഹത്തിന് മുമ്പ് കുന്തിക്ക് പിറന്ന പുത്രനാകിയാൽ അർജുനന്റെ ഭ്രാതാവാണ് കർണൻ. ദ്രോണാചാര്യരാകട്ടെ കൃപാചാര്യരുടെ സഹോദരി പുത്രനും. കൃപിയുടെ ഭർത്താവാണ് ദ്രോണാചാര്യര്. അപ്പം നോക്കി എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഉറച്ച ഒരു കൂട്ടുകെട്ടാണ് ഞാൻ ഉണ്ടാക്കി എടുത്തിരിക്കുന്നുള്ള ആ ഒരു അഹങ്കാരത്തിന്റെ ധ്വനിയാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഇത് മറന്നു പോകരുത്. ദുര്യോധനോടുള്ള ആ കടമ മറക്കരുത്. ആ ദുര്യോധനന്റെ ഉപ്പും ചോറും തിന്ന് കഴിഞ്ഞു പോരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും ഇതൊന്നും മറന്നു പോകരുത് എന്നുള്ള ആ ഒരു ധ്വനിയും ഇദ്ദേഹത്തിന്റെ ഓരോ പറച്ചിലുമുണ്ട്. അത് സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് ശരിക്കും മനസ്സിലാകാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിന്. അത് പക്ഷെ അദ്ദേഹം ജന്മനാൽ മാത്രമല്ല അന്ധൻ, മനസ്സും അന്ധനാണ് അദ്ദേഹം അല്ലെ. മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും എല്ലാം തന്നെ അന്ധനായിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഈ ഭഗവത്ഗീത എത്രയോ ഇത് മുഴുവൻ കേട്ട് 700 ശ്ലോകങ്ങളും കേട്ടിട്ട് അദ്ദേഹത്തിന് യാതൊരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല എങ്കിൽ നമ്മളുടെ അവസ്ഥ അദ്ദേഹത്തിനെ പോലെ ആകരുത്. ധൃതരാഷ്ട്രയെ കൂട്ട് ഭഗവത്ഗീത മുഴുവൻ കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വ്യത്യാസവും ഇല്ല എങ്കിൽ നമ്മളും ധൃതരാഷ്ട്രയെ പോലെ തന്നെ അന്ധനാണ്. പുറമേ കണ്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മള് എന്താണ് മനസ്സുകൊണ്ട് അന്ധനായി മാറും. അപ്പൊ അതുകൊണ്ട് അതെല്ലാവരും ശ്രദ്ധിച്ചോണം. ഇനി അടുത്തത് 9ാമത്തെ ശ്ലോകമാണ്. അന്യീച്ച ബഹവാ ശൂരാ മദർത്തി തെക്ത ജീവിതാം നാനാ ശസ്ത്ര പ്രഹരണ സർവേ യുദ്ധ വിശാരദാ. അന്യീച്ച ബഹവാ ശൂരാ മദർത്തി തെക്ത ജീവിതാ നാനാ ശസ്ത്ര പ്രഹരണ സർവേ യുദ്ധ വിശാരദാ. അന്യേ ച ബഹവാ ശൂരാ മദർത്തി തിക്ത ജീവിതാ നാനാ ശസ്ത്ര പ്രഹരണ സർവേ യുദ്ധ വിശാരദാ. ഹരേ കൃഷ്ണ. മാധവി രാധാ മാതാജി. ഹരേ കൃഷ്ണ. അന്യേ ച ബഹവാ ശൂരാ മദർത്തി തിക്ത ജീവിതാഃ നാനാശസ്ത്ര പ്രഹരണാഃ സർവേ യുദ്ധ വിശാരദാഃ. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. അന്യേ ച ബഹവഃ ശൂരാ മദർത്തി തിക്ത ജീവിതാഃ നാനാശസ്ത്ര പ്രഹരണാഃ സർവേ യുദ്ധ വിശാരദഃ. ഹരേ കൃഷ്ണ. സൗഭാഗ്യവതി മാതാജി. അന്യേ ച ബഹവാ ശൂരാ മദർത്തി തിക്ത ജീവിതാഃ നാനാ ശസ്ത്ര പ്രഹരണാഃ സർവേ യുദ്ധ വിശാരദാഃ. ഹരേ കൃഷ്ണ. വിലാസിനി മാതാജി. അന്യേ ച ബഹവഃ ശൂരാ മദർത്തി തിക്ത ജീവിതാഃ നാനാ ശസ്ത്ര പ്രഹരണാ സർവേ യുദ്ധ വിശാരദാഃ. ഹരേ കൃഷ്ണ.
ത്രിഭുവന കൃഷ്ണദാസ് പ്രഭു. ഹരേ കൃഷ്ണ. അന്യേ ജാ ബഹവാ ശൂരാ മദർത്തേ ത്യക്തജീവിതാഃ നാനാശസ്ത്ര പ്രഹരണഃ സർവേ യുദ്ധവിശാരദാഃ. ഹരേ കൃഷ്ണ. അപ്പൊ ശ്രീല പ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീല പ്രഭുപാദർ. അന്യേച്ച മറ്റു പലരും, ബഹവ അനേകം, ശൂര ശൂരന്മാർ, മദർത്തെ എനിക്കായിക്കൊണ്ട്, തെക്ത ജീവിത ജീവൻ ത്യജിക്കാൻ ഒരുങ്ങി, നാനാ ശസ്ത്ര പ്രഹരണ പല വിധത്തിലുള്ള ആയുധങ്ങളുമായി, സർവേ എല്ലാവരും, യുദ്ധവിശാരദ യുദ്ധത്തിൽ നിപുണന്മാരാകുന്നു. ശ്രീല പ്രഭുപാദരുടെ വിവർത്തനം. ജയ ശ്രീല പ്രഭുപാദർ എനിക്ക് വേണ്ടി സ്വജീവിതം അർപ്പിക്കുവാൻ ഒരുങ്ങി വന്നവരായിട്ട് ഇനിയുമുണ്ട് പല വീരയോദ്ധാക്കളും. നാനാവിധത്തിലുള്ള ആയുധങ്ങൾ കൈവശമുള്ളവരും സമരമുറകളിൽ സുപരിചിതരുമാണവർ. ദുര്യോധനൻ വീണ്ടും പറയുവാണ്, എനിക്ക് വേണ്ടി ജീവിതം അർപ്പിക്കുവാൻ ഒരുങ്ങി വന്നവരായിട്ട് ഇനിയുമുണ്ട് പല വീരയോദ്ധാക്കളും. അതായത് ഇനി എണ്ണിയാൽ ഒടുങ്ങാത്ത വീരയോദ്ധാക്കളുണ്ട്. അത് എല്ലാവരെയും പറ്റിയും പറയുന്നില്ല, ചുരുക്കുവാണ്. അതുകൊണ്ട് നാനാതരത്തിലുള്ള ആയുധങ്ങൾ കൈവശമുള്ളവരും സമരമുറകളിൽ സുപരിചിതരുമാണ്. അതായത് നമുക്കറിയാം ഭഗവാന്റെ നാരായണി സേന വരെ ദുര്യോധനന്റെ കൂടെയാണ് അല്ലെ. ഏതാണ്ട് എത്ര അശ്വകോണിപ്പടയാന്ന് ഓർമ്മയില്ല, അത്ര അശ്വകോണിപ്പട ഈ നാരായണി സേന യാദവരുടെ സൈന്യം ദുര്യോധനന്റെ കൂടെയാണ്. അവിടെ എന്താണ് ഭഗവാൻ മാത്രം അല്ലെ. ആരൊക്കെ ഉണ്ടായിട്ടും ഭഗവാൻ കൂടെ ഇല്ലെങ്കിൽ കാര്യം ഉണ്ടാവും. ഭഗവാൻ നിൽക്കുന്ന പക്ഷമാണ് വിജയിക്കുന്ന. അവസാനം എന്താണ്, 7 അക്ഷോണി എവിടെ യോഗേശ്വരനായ കൃഷ്ണനുണ്ടോ എന്ന് പറഞ്ഞ ആ ശ്ലോകം ഓർക്കുന്നുണ്ടോ? ഉണ്ട്. ഏത് ശ്ലോകമാണ് മാതാജി പറഞ്ഞത്? നീതരം അധർമ്മവാ. ഒന്നുകൂടെ സൗദാ മാതാജി പറഞ്ഞ ശ്ലോകം. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിദ്യാഭൂതി ധ്രുവ നീതിർ മധർമ്മമ. അല്ല, ധ്രുവ എന്ന് പറഞ്ഞാൽ എന്താണ്? ധ്രുവ മഹാരാജാവല്ല, എന്താണ്? കണിശമാണ്, തീർച്ചയാണ് എന്നാണ് അതിന്റെ അർത്ഥം. എത്ര യോഗേശ്വര കൃഷ്ണോ, എവിടെ യോഗേശ്വരനായ ശ്രീകൃഷ്ണനുണ്ടോ, എത്ര പാർത്ഥോ ധനുർധര വില്ലാളി വീരനായ അർജുനനുണ്ടോ, അവിടെ എന്താണ്? വിജയം നിശ്ചിതമാണ്. വെരി പോൾ. അതായത് അവിടെ വിജയം സുനിശ്ചിതമാണ്. അപ്പൊ നമുക്ക് ഈ തുടക്കത്തിൽ തന്നെ സഞ്ജയൻ ഇതിനുള്ള സൂചനകളെല്ലാം കൊടുക്കുന്നുണ്ട് അല്ലെ. ഓരോ ശ്ലോകങ്ങൾ ഇനി പോകുമ്പോൾ തന്നെ പറയാം. സഞ്ജയൻ ഒരു ഭഗവാന്റെ വളരെ വലിയ ഭക്തനുമാണ്, വേദവ്യാസരുടെ ശിഷ്യനുമാണ്. അപ്പൊ അതുകൊണ്ട് സഞ്ജയൻ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. കൃഷ്ണൻ എവിടെ ഉണ്ടോ അവിടെ തന്നെയാണ് വിജയം. ഭഗവാന്റെ കൂടെയാണ് വിജയം കൂടെ ഇരിക്കുക. ഭഗവാന്റെ കൂടെ തന്നെയാണ് ലക്ഷ്മി ദേവി ഉള്ളത്. ഭഗവാന്റെ കൂടെ തന്നെയാണ് എന്താണ് ഈ സർവ്വചരാചരങ്ങൾ ഭഗവാനിൽ ശയിക്കുന്നു. അപ്പൊ എല്ലാം തന്നെ ഭഗവാൻ അപ്രാപ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. പിന്നെ നമ്മൾ ചിലപ്പോൾ ഒരു കാലിച്ചക്കനൊക്കെ ആയിട്ട് ഭഗവാൻ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നത് നമ്മൾ കാണും. ഭഗവാന്റെ ലീലകൾ കാണും. ചിലരൊക്കെ അതിൽ മോഹിച്ചു പോകും. ചിലരൊക്കെ ഇതൊരു ഭഗവാൻ ആണോ എന്ന് ബ്രഹ്മദേവനൊക്കെ സംശയം തോന്നി ബ്രഹ്മവിമോഹന ലീലയിൽ അല്ലെ. ഈ പറയുന്ന ഗോപബാലന്മാരുടെയൊക്കെ വായിരിക്കുന്ന എച്ചില് കഴിക്കുന്ന കുട്ടിയാണോ ഇത് ഭഗവാനാണെന്ന് പറഞ്ഞിരിക്കുന്നത്, അവതരിച്ചിരിക്കുന്നത്. അയ്യേ എന്നുള്ള ആ ഒരു സങ്കല്പത്തിലേക്ക് ബ്രഹ്മദേവൻ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ബ്രഹ്മദേവന് ഭഗവാൻ എന്ത് ചെയ്തു? ബ്രഹ്മവിമോഹന ലീല തന്നെ കൊടുത്തു. ബ്രഹ്മദേവൻ പരീക്ഷിക്കാണ്ട് വന്നു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ആ ഭഗവാൻ അത്രയും പശുക്കളായിട്ടും ഗോപബാലന്മാരുമായിട്ടും ഭഗവാൻ എക്സ്പാൻഡ് ചെയ്ത് അവതരിച്ചു, അത്രയും ഗോപബാലന്മാരായിട്ട്. അപ്പൊ അങ്ങനെ ആ ഒരു ഭഗവാനെ പരീക്ഷിക്കാൻ നോക്കിയ ആൾക്കാർക്കൊക്കെ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഭഗവാൻ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ശ്ലോകമാണ്, അവജാനന്തി മാമൂഢാം മാനുഷിം അനുമാശ്രിതം പരം ഭാവം അജാനന്ദോ മമ ഭൂത മഹേശ്വര. അതായത് മൂഢന്മാരായിട്ടുള്ള നമ്മളെ പോലുള്ള ആൾക്കാര് എന്താണ്, എന്റെ പരംഭാവം അറിയുന്നില്ല. ഞാൻ മനുഷ്യനായിട്ട് പിറന്നപ്പോ ഞാനൊരു കാലിച്ചക്കനാണെന്ന് വിചാരിച്ചു അല്ലെ. അങ്ങനെ എന്റെ പരംഭാവം അറിയാതെ അവരെ എന്നെപ്പറ്റി അതും ഇതൊക്കെ പറഞ്ഞു നടന്നു അല്ലെ. ഞാനാണ് സർവഭൂതങ്ങളുടെയും മഹേശ്വരൻ, ഈശ്വരനല്ല മഹേശ്വരനാണ് എന്ന് ഇവരറിയുന്നില്ല. മമ ഭൂത മഹേശ്വരാണ്. ഞാൻ ആരാണ്? എല്ലാ ഭൂതങ്ങളുടെയും. ഞാൻ മനുഷ്യരുടെ മാത്രമാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ദേവന്മാരുടെ മാത്രമാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്, എല്ലാ ഭൂതങ്ങളുടെയും സർവ്വ പ്രപഞ്ചങ്ങളുടെയും സർവ്വ ചരാചരങ്ങളുടെയും മഹേശ്വരനാണ് ഞാൻ എന്ന് അവർ അറിയുന്നില്ല.
അവരെന്താണ് വിചാരിച്ചത്? ഞാൻ വെറും ഒരു കാലിച്ചക്കനാണ്, ഞാൻ മരം ചുറ്റി പ്രേമമായിട്ട് നടന്നു, ഞാൻ കുറച്ച് മോഷണമൊക്കെ നടത്തി, ഞാൻ കുറച്ച് വസ്ത്രമൊക്കെ അപഹരിച്ച് നടത്തി എന്നൊക്കെയാണ്, ഞാൻ കുറെ 16,008 ഭാര്യമാരും ഒക്കെ ആയിട്ട് നടന്നു എന്നൊക്കെയാണ് അവരെന്നെ പറ്റി വിചാരിച്ചിരിക്കുന്നത്. ഭഗവാൻ അപ്രാപ്യമായിട്ട് എന്തുകൊണ്ട് 16,008 അല്ല, 10 കോടി അല്ല 100 കോടി വേണമെങ്കിലും ഭഗവാൻ ഭാര്യമാരാക്കാമല്ലോ. അത് എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല? എന്റെ പരംഭാവം നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഞാനാണ് സുപ്രീം എന്ന്. അപ്പം അത് മനസ്സിലാകുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഇത് തോന്നുമോ ഭഗവാന്റെ അടുക്കൽ? ഒരിക്കലും തോന്നത്തില്ലല്ലോ, അല്ലെ? ഇനി ഭാവാർത്ഥം വായിച്ചേ ഗീതാമാതാജി. ഹരേ കൃഷ്ണ. ജയദ്രഥൻ, കൃതവർമാവ് തുടങ്ങിയവരും മറ്റുള്ളവരും ദുര്യോധനന് വേണ്ടി ജീവൻ ബലി കൊടുക്കാൻ തയ്യാറായി വന്നിരിക്കുകയാണ്. മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ പാപിയായ ദുര്യോധനന്റെ പക്ഷത്ത് ചേർന്നതുകൊണ്ട് തന്നെ കുരുക്ഷേത്ര യുദ്ധത്തിൽ അവർ കൊല്ലപ്പെടുമെന്ന് തീർച്ചയായി കഴിഞ്ഞു. എങ്കിലും ഈ സുഹൃത്തുക്കളുടെ ഏകോപിതബലം സത്യ വിജയം നേടിത്തരുമെന്ന് ദുര്യോധനൻ വിശ്വസിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം ജയദ്രഥൻ ഉണ്ട്. ആരാണ് ജയദ്രഥൻ? ദുശ്ശളയുടെ ഭർത്താവ്, ദുര്യോധനന്റെ സഹോദരിയുടെ ഭർത്താവ്. ദുശ്ശളയുടെ ഭർത്താവാണ് ജയദ്രഥൻ. അപ്പൊ ജയദ്രഥന് ശത്രുത വരാനായിട്ട് വേറൊരു കാരണം കൂടെ ഉണ്ട് ഇവരോട്. എങ്ങനെയായിരുന്നു? പാഞ്ചാലിയോട് അപമാനം കാണിച്ചു. വനവാസ കാലത്ത് ഇവര് ഒളിവിലിരുന്ന സമയം, അജ്ഞാതവാസ കാലത്ത് ജയദ്രഥൻ ഇവരെ കണ്ടുപിടിക്കാനായിട്ട് അവിടെ ചെന്നു. അവിടെ കണ്ട് അപ്പം അവിടെ ചാരന്മാരെ ഒക്കെ നിയോഗിച്ച് അവർ കണ്ടുപിടിച്ചു സ്ഥലം, ഇവരെവിടെയാണ് ബ്രാഹ്മണരുടെ വേഷമൊക്കെ കിട്ടി താമസിക്കുന്നത് മനസ്സിലാക്കി അവിടെ ഒളിഞ്ഞിരുന്നു. ഈ പാണ്ഡവരെ ഒക്കെ അവിടെ നിന്ന് മാറ്റിയിട്ട്, അവിടുന്ന് ഈ 5 പാണ്ഡവരെ അവിടെ നിന്ന് മാറ്റിയിട്ട് ദ്രൗപദിയെ അവിടെ നിന്ന് അപഹരിച്ചുകൊണ്ട് പോകാനായിട്ട് തുടങ്ങി. അങ്ങനെ ദ്രൗപദി, പാണ്ഡവന്മാര് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ നോക്കിയപ്പോൾ ദ്രൗപദിയെ കാണാതെ വന്നപ്പോഴത്തേനും അവർക്ക് സംശയം തോന്നി. അങ്ങനെ അവര് അന്വേഷിച്ചു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ അർജുനൻ ഭഗവാന്റെ കൃപ കൊണ്ട് ഒരു പൊടിപടലമൊക്കെ ഉണ്ടാക്കി കാര്യം ഈ മറച്ചിട്ട്, കാര്യം അവര് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അജ്ഞാതവാസം തകർന്ന് വീണ്ടും 13 വർഷം വനവാസത്തിന് പോകേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ആ ഒരു പൊടിപടലം ഉണ്ടാക്കി മറയുണ്ടാക്കിയിട്ട് ജയദ്രഥനെ പിടിച്ചു കെട്ടി തിരിച്ചു കൊണ്ടുവന്നിട്ട് അവർ എന്ത് ചെയ്തു? വധിക്കാനായിട്ട് ഒരുങ്ങിയപ്പം പാഞ്ചാലിയും അതുപോലെ ധർമ്മപുത്രരും ഒന്നും സമ്മതിച്ചില്ല വധിക്കാനായിട്ട്. കാര്യം നമ്മുടെ സഹോദരി എന്താണ് വിധവയായി പോകും എന്നാണ് പറഞ്ഞത്. സഹോദരി വിധവയായി പോകുന്നതുകൊണ്ട് വധിക്കാനായിട്ട് അനുവദിച്ചില്ല. എന്നിട്ട് ജയദ്രഥനെ എന്ത് ചെയ്തു? അപമാനം ഉണ്ടാക്കി പറഞ്ഞു വിടാന്നൊരു ചടങ്ങുണ്ട് വധിക്കുന്നതിന് തുല്യമായിട്ട്. അപ്പൊ തല മുണ്ടനം ചെയ്തു, മീശ പകുതി വടിച്ച്, താടിയും പകുതി വടിച്ചിട്ട് അങ്ങനെ തിരിച്ചു വിടുകയായിരുന്നു. അപ്പൊ ആ ഒരു അപമാനം സഹിച്ചുകൊണ്ട് അതേ രീതിയിലാണ് ജയദ്രഥൻ. ഈ ഒരു കാര്യം എപ്പോഴും ഓർക്കണം, അവർക്കെതിരെ ആ ഒരു ഓർമ്മ വേണമല്ലോ, ആ ശത്രുത ഇങ്ങനെ കൂട്ടാൻ വേണ്ടി ആ ഓർമ്മ നിലനിർത്തിക്കൊണ്ടാണ് ജയദ്രഥൻ ജീവിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ ജയദ്രഥൻ മഹാദേവനിൽ പ്രാർത്ഥിച്ചിട്ട് ഒരു അജയ്യനായിട്ടുള്ള ഒരു വരദാനം മേടിച്ചു. ജയദ്രഥൻ മഹാദേവന് ഒരുപാട് കാലം തപസ്സിരുന്ന് മഹാദേവന്റെ അടുക്കൽ നിന്ന് വരദാനം മേടിച്ചിട്ട് എന്താണ് ഈ പാണ്ഡവരെ നേരിടണം. അപ്പം അതിലൊരു ഒഴിവുണ്ട്. ആ ഒഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭഗവാന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള പാശുപതാസ്ത്രം കിട്ടിയിട്ടുള്ള ആൾക്ക് മാത്രമേ വധിക്കാൻ പറ്റുള്ളൂ. ഭഗവാന്റെ അടുക്കൽ നിന്ന് പാശുപതാസ്ത്രം കിട്ടിയ, അതായത് എന്റെ അടുക്കൽ നിന്ന്, മഹാദേവൻ പറഞ്ഞു എന്റെ അടുക്കൽ നിന്ന് വരദാനം കിട്ടിയിട്ടുള്ള ഒരാൾക്ക് വധിക്കാൻ പറ്റും, അത് അർജുനനേ ഉള്ളൂ. അങ്ങനെയാണ് ചക്രവ്യൂഹം വന്നില്ല, പത്മവ്യൂഹം ഇട്ടിട്ട് അഭിമന്യുവിനെ വധിക്കാൻ നേരത്ത് അർജുനൻ അവിടെ ഇല്ലായിരുന്നു. അർജുനന് അവിടെ നിന്ന് മാറി. അർജുനന് അവിടെ ഭഗവാനും അർജുനനുമായിട്ട് വേറെ എവിടെയോ പോയിരിക്കും, എനിക്ക് എവിടെയാണെന്ന് ഓർമ്മയില്ല. അർജുനായിട്ട് രാജ്യത്തിന് ഈ കുരുക്ഷേത്ര യുദ്ധക്കളത്തിന് പുറത്തായിരുന്നു. അപ്പൊ ആ സമയം നോക്കിയിട്ട് ഈ പത്മവ്യൂഹത്തില് ഈ അഭിമന്യു കയറി അഭിമന്യുവിനെ ഇവരെല്ലാരും കൂടി നിഷ്കരണം വധിക്കുകയായിരുന്നു. പക്ഷെ പഞ്ചപാണ്ഡവർക്ക് ആ 4 പേരും അവിടെ നിൽപ്പുണ്ട്. അവർക്ക് ഭീമന് സഹിതം ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം ജയദ്രഥന്റെ ശക്തി മഹാദേവൻ കൊടുത്ത വരദാനായതുകൊണ്ട് ജയദ്രഥനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത കാരണം അങ്ങോട്ടേക്ക് കയറി പോകാനായിട്ട് ഇവരെ അനുവദിച്ചില്ല, 4 പാണ്ഡവരെയും. അങ്ങനെ ഇരിക്കെ ചെയ്ത് അർജുനൻ തിരിച്ചു വന്ന അഭിമന്യു മരിച്ച വിവരം അറിഞ്ഞു. ഉത്തര ആ സമയത്താണ് അറിയുന്നത് ഉത്തരയുടെ വയറ്റില് ഒരു കുട്ടി കൂടെ പിറന്നിരിക്കുന്നു എന്നല്ലേ. അപ്പൊ അതാരായിരുന്നു ഉത്തരയുടെ വയറ്റിലിരിക്കുന്ന കുട്ടി? ഗർഭിണിയായിരുന്നു ഉത്തര. പരീക്ഷിത് മഹാരാജാവ്. അപ്പം
അപ്പൊ ഉത്തരയും അങ്ങനെ ഈ ദ്രൗപദിയും ഇവരെല്ലാരും ഒരുപാട് ദുഃഖത്തിനിരയായിട്ട് ഇവരെ ദഹിപ്പിക്കുന്ന സമയമായപ്പോഴത്തേക്കിനുമാണ് അർജുനൻ അവിടെ എത്തിച്ചേർന്ന് ഭഗവാനും കൂടെ കൂടി. അപ്പൊ അവിടെ വെച്ചിട്ട് അർജുനൻ തപസ് ചെയ്യണം, നാളെ സൂര്യോദയത്തിന് മുൻപേ ഞാൻ ഈ ജയദ്രഥനെ വധിക്കാനായിട്ട് എന്നെ പറ്റിയില്ല എങ്കിൽ ഞാൻ അഗ്നിയിൽ ചാടി ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് അവിടെ വെച്ചൊരു ശാപം എടുക്കുകയാണ്. അപ്പൊ അങ്ങനെ അല്ല ശാപം അല്ല, ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്. ആ പ്രതിജ്ഞ എടുത്തിട്ട് പിന്നെ എന്ത് ചെയ്തു, ഇവര് ഈ കൗരവരുടെ ശിബിരമൊക്കെ ആക്രമിക്കുന്നു. അങ്ങനെ ധർമ്മപുത്രർ വന്ന് അല്ലെങ്കിൽ യുധിഷ്ഠിരൻ വന്നിട്ട് അവരെ അങ്ങനെ ചെയ്യരുത്, രാത്രിയിലൊന്നും ഇത് ചെയ്യാൻ പാടില്ല, നമ്മളെ യുദ്ധ നിയമങ്ങളൊക്കെ തെറ്റും. അപ്പൊ അതുകൊണ്ട് അവിടുന്ന് തിരിച്ചു കൊണ്ടുവരുമായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം യുദ്ധത്തില് ജയദ്രഥൻ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് സൂര്യാസ്തമനം കഴിഞ്ഞു വരാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയാണ്. ജയദ്രഥനെ കൗരവര് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ സൂര്യാസ്തമനം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ അർജുനൻ തീ കൂട്ടി അതിൻ്റെ അകത്ത് ചാടും. ഉറപ്പല്ല, അർജുനൻ പ്രതിജ്ഞ ചെയ്താൽ അതിന് വ്യത്യാസമൊന്നുമില്ല. അപ്പം ഈ സൂര്യാസ്തമനം അപ്പം എന്ത് ചെയ്തു നോക്കിയപ്പോ സൂര്യാസ്തമനായി. എന്നിട്ട് ഭഗവാന്റെ അടുത്തേക്ക് ഇങ്ങനെ വളരെ വിഷമിച്ച് ഒരു കണ്ണിട്ട് നോക്കുന്നുണ്ട്. ആര്? അർജുനൻ. ഭഗവാൻ എന്താ ഒന്നും ചെയ്യാത്തേന്ന് വിചാരിച്ചിട്ട് ആകെ വിഷമിച്ചിട്ട് ഞാൻ ചാടേണ്ടി വരുമല്ലോ. ഭഗവാൻ വളരെ നിസ്സംഗനായിട്ടിരിക്കുകയാണ്, ഒന്നും പ്രതികരിക്കാതെ. അല്ലെ? ചിലപ്പോ ഭഗവാൻ ഭയങ്കര കള്ളത്തരം കാണിക്കും അല്ലെ? ഭക്തന്മാരിങ്ങനെ ആദി തിന്ന് തീ തിന്ന് ഇരിക്കുമ്പോഴത്തേക്കും ഭഗവാൻ ഒരു കള്ള ചിരിയായിട്ട് അവിടെ ഇരിക്കും. പെരുങ്കള്ളനാണല്ലേ? വില്യമംഗലം സ്വാമിയാർ പറഞ്ഞിരിക്കും ശരിയല്ല, ചൗരാഗ്ര ഗണ്യനാണല്ലേ ഭഗവാൻ. ചില സമയത്ത് ഭയങ്കര കള്ളത്തരം കാണിക്കും. ഭഗവാൻ അങ്ങനെ ഒന്നും അറിയാത്ത പോലെ അങ്ങനെ അവിടെ ഇരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, അർജുനൻ അവിടെ തീയൊക്കെ കൂട്ടി തീക്കകത്ത് ചാടാനായിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുക. ഈ സമയത്താണ് ജയദ്രഥൻ അറിയുന്ന അസ്തമിച്ചു. അവിടെ ഇവൻ തീ കൂട്ടി ചാകുന്നത് എനിക്ക് കണ്ടേ അടങ്ങുള്ളെന്നും പറഞ്ഞ് ഈ കൗരവര് ഇവനെ പൂട്ടിയിട്ടിരുന്ന സ്ഥലത്ത് നിന്ന് അവൻ അവിടെ നിന്ന് കുതിരപ്പുറത്ത് ഇങ്ങനെ വേഗം വന്നു കുരുക്ഷേത്ര യുദ്ധക്കളത്തിലേക്ക്. ജയദ്രഥൻ അവിടെ എത്തിച്ചേർന്നതും ഭഗവാൻ എന്ത് ചെയ്തു, സുദർശനം കൊണ്ട് സൂര്യഭഗവാനെ മറച്ചു വെച്ചിരിക്കുകയാണ്. ആ സുദർശനം അങ്ങ് പിൻവലിച്ചു. നോക്കിയപ്പോ നല്ല വെളിച്ചം, സൂര്യൻ അസ്തമിച്ചിട്ടില്ല. പക്ഷെ ഇത് മനസ്സിലാക്കിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ശകുനി. പക്ഷെ ശകുനിക്ക് തടയാൻ പറ്റിയില്ല. അതിനു മുന്നേ ജയദ്രഥൻ ഒരു വെപ്രാളം കാണിച്ച് ഓടി ഇങ്ങോട്ട് വന്ന് മുന്നിൽ വന്ന് കൊടുത്തു. അർജുനൻ പാശുപതാസ്ത്രം പ്രയോഗിച്ചു. എന്താണ് ഇദ്ദേഹത്തിന്റെ കഥ കഴിഞ്ഞു. അപ്പൊ ഈ ജയദ്രഥന്റെ തല വന്ന് താഴെ വീണു കഴിഞ്ഞാൽ അവിടെ പൊട്ടിത്തെറിച്ചു പോവാന്നുള്ള ഒരു ഇതോടെ കൂടിയാണ് കിട്ടിയിരുന്നത്. ജയദ്രഥൻ തല എവിടെയാണ് വന്ന് വീണത്, അദ്ദേഹത്തിന്റെ സ്വന്തം പിതാവ്, അദ്ദേഹത്തിന് ഈ രീതിയിലാക്കിയ പിതാവിന്റെ തലയിൽ വന്ന് വീണു. ആ പിതാവും അവിടെ ഇരുന്ന ആശ്രമം കൂടെ തകർന്നുപോയി. മടിയിലോ തലയിലോ എവിടെയാ വന്ന് വീണത്. അങ്ങനെ അവിടെ ഇരുന്ന് തകർന്നുപോയി. പിതാവും പൊട്ടിത്തെറിച്ചു, ആ തല പൊട്ടിത്തെറിച്ചു പോലെ. അതാണ് സംഭവിച്ചത്. അപ്പൊ അങ്ങനെയാണ് ജയദ്രഥന്റെ കാര്യം. പിന്നെ അവര് പറയുന്നത് ശല്യരുണ്ട്, കൃതവർമാവുണ്ട്. അവരെ പറ്റി ഒന്നും എനിക്ക് കാര്യമായിട്ട് പറയാനായിട്ട് അറിയത്തില്ല, ഓർമ്മയില്ല. പിന്നെ അങ്ങനെയുള്ള പല മഹാരഥന്മാരുടെ പേര് ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ പല മഹാരഥന്മാരും ഉണ്ട് നമ്മളുടെ കൂടെ. അതുകൊണ്ട് നമ്മളുടെ സൈന്യം അത്ര ചെറുതൊന്നുമല്ല. നമ്മള് എന്താ പറയുക, ഭീമ അർജുനന്മാരോട് കിട പിടിക്കുന്ന സൈന്യം തന്നെയാണ് നമുക്കുള്ളത് എന്ന് അവനവന് തന്നെ ഒരു ആത്മവിശ്വാസം ഉറപ്പിക്കുന്ന ചടങ്ങുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇനി അടുത്ത ദിവസം നമുക്ക് ഒരു 2-3 ശ്ലോകം എടുക്കാം. അതുപോലെ എല്ലാവരും ഈ ശ്ലോകങ്ങള് എല്ലാം ഒന്ന് വായിച്ചു നോക്കണം. നമ്മളിപ്പം അറിയാം, നമ്മൾ എത്ര റിവിഷൻ എടുത്ത കാര്യവും ചോദിച്ചിട്ട് പലർക്കും അറിയത്തില്ല. എല്ലാവർക്കും പല മറവികളുമാണ് അല്ലെ? അപ്പം ആ മറവി ഇല്ലാതായിരിക്കാനായിട്ട് നമ്മൾ എന്താണ് റിവിഷൻ ചെയ്യണം. നമ്മൾ പുതിയതായിട്ട് ഭഗവത്ഗീത തുടങ്ങിയല്ലേ. അപ്പൊ എല്ലാവരും ആ ഒരു റിവിഷൻ എടുത്ത് തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം മറന്നു പോകും. നമ്മൾ ഈ ഭഗവത്ഗീത ധൃതരാഷ്ട്രർ പഠിക്കുന്ന പോലെ ആകും. ധൃതരാഷ്ട്രർ പഠിക്കുന്ന പോലെ ഭഗവത്ഗീത പഠിക്കാനായിട്ട് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കൈപൊക്കുക. ധൃതരാഷ്ട്രർ പഠിച്ച പോലെ എത്ര പേരുണ്ട്? എല്ലാവർക്കും അല്ലേ? അന്ധനായി പോകും. അപ്പൊ നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ആഗ്രഹമില്ല. ഒരാളുണ്ടായിരുന്നു തോന്നുന്നു, ബിന്ദു വിക്രമൻ മാതാജി, ധൃതരാഷ്ട്രർ പഠിക്കുന്ന പോലെ പഠിക്കാനായിട്ട്. അതെയോ? ആർക്കറിയാം? ഇപ്പോഴാ കയറിയത് ആദ്യമായിട്ട്. പ്രഭുജി, എനിക്ക് ദ്രോണാചാര്യ അച്ഛന്റെ പേര് ഒന്നുകൂടെ പറയുമോ? മറന്നുപോയി കേട്ടിട്ട്. ഭരദ്വാജ ഋഷി. ഭരദ്വാജ മുനിയുടെ ശിഷ്യന്മാരാണ് ദ്രോണാചാര്യനും അതുപോലെ തന്നെ ദ്രുപദനും.
ഭരദ്വാജ മുനിയുടെ ശിഷ്യമായിരുന്നു. ദ്രോണരും അപ്പം ദ്രുപദനും. ഭരദ്വാജ അപ്പൊ മുനി എന്താണ് നിങ്ങൾക്ക് ഇന്നത്തെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? അധികം പോയിന്റുകളൊന്നും ഇല്ല, എന്നാലും മനസ്സിലാക്കാൻ പറ്റിയ എന്തെങ്കിലും കാര്യം, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൃതാജി. ചോദിക്കും. ദ്രോണരുടെ അമ്മയുടെ പേര് കൃതാജി. കൃതാജി ദ്രോണരുടെ അമ്മയുടെ പേര് എനിക്ക് അറിയില്ല മതിച്ച്. കൃതാജി കൃതാജി എന്നവർ. കൃതാജി എന്ന എന്നല്ലേ? അപ്സരസ്ത്രീയിലാണ് ദ്രോണരുണ്ടായത്. അപ്സര സ്ത്രീയോ? ആ അപ്സരസ്ത്രീയിലാണ് ദ്രോണരുണ്ട്. കുടത്തിലുണ്ടായത് കൊണ്ടാണ് ദ്രോണൻ എന്ന പേര് കിട്ടിയത്. കുടത്തിൽ, ഇതുപോലെ കുടത്തിലുള്ള വേറൊരാളൂടെ ഉണ്ടായിരുന്നറിയാമോ? കുംഭസംഭവൻ പറഞ്ഞ് നമ്മൾ രാമായണത്തിൽ എപ്പോഴും കാണും. രാമായണത്തിലെ രാമായണത്തിൽ എപ്പോഴും കുംഭസംഭവനദി എന്ന് പറഞ്ഞിട്ട് അഗസ്ത്യമുനി. അഗസ്ത്യമുനി ഇതാണ് ഇപ്പോഴത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു എന്നൊക്കെ പറയുന്ന പരിപാടിയില്ലേ, ടെസ്റ്റ് ട്യൂബ് ശിശു. എല്ലാം അത് തന്നെ. അത് എവിടുന്ന് വന്നാണ്? ഈ മഹാഭാരതത്തിൽ നിന്ന് വന്നാണ് ടെസ്റ്റ് ട്യൂബ് ശിശു. ഇതേപോലെ തന്നെ ഈ വേറെ ടെസ്റ്റ് ട്യൂബ് ശിശുക്കളായിട്ടുള്ള കുറച്ച് പേരുണ്ടായിരുന്നു. ആരായിരുന്നു അറിയാമോ? ദ്രോണര് അങ്ങനെ ഉള്ളതാണ്. ദ്രൗപദി ദ്രൗപദി യജ്ഞത്തിൽ നിന്ന് വന്നാണ്. ദ്രൗപദിയും ദൃഷ്ടദ്യുമ്ന യജ്ഞത്തിൽ നിന്ന് വന്നാണ്. ധൃതരാഷ്ട്രയുടെ 100 പുത്രന്മാരും എങ്ങനെ വന്നാണ്? കൃപാചാര്യരും കൃപയും അങ്ങനെയാണ്. കൃപാചാര്യരും കൃപയും ഗൗതമ കുലത്തിൽ ജനിച്ച അവരും അതുപോലെയാണ്. അമ്മ പ്രസവിച്ചതല്ല അവരെയും, കൃപാചാര്യരെയും സഹോദരി കൃപിയെയും. അങ്ങനെയാണോ? അവര് ഈ പുല്ല്, ഈർപ്പപ്പുല്ലിലെന്ന് വെച്ചാ പുല്ലില് ഇങ്ങനെ ബീജം വീണ് അതിൽ നിന്നുണ്ടായതാണ്. അങ്ങനെയാണല്ലേ? അതേപോലെ തന്നെ ഈ മത്സ്യഗന്ധി ഉണ്ടായത് എന്താണ്? ഒരു പരുന്ത്, അതായത് കുമ്പിളിൽ ഇലക്കുമ്പിളില് എന്താ പറഞ്ഞ ഈ ഉപരിചരൻ എന്ന് പറഞ്ഞ രാജാവ് എന്താണ് ആ ഒരു ബീജം ശേഖരിച്ചു വെച്ച സമയത്ത് പരുന്ത് വന്ന് ഭക്ഷിക്കാനുള്ള ഭക്ഷണമാണെന്ന് വെച്ച് കൊത്തിയെടുത്തോണ്ട് പോയി. അപ്പൊ ആകാശത്തിൽ വെച്ചിട്ട് ഗംഗാനദിയുടെ മുകളിൽ വെച്ചിട്ട് 2 പരുന്തുകൾ തമ്മിൽ വഴക്ക് പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇത് നേരെ താഴെ വന്ന ഒരു മത്സ്യം വായ തുറന്ന് ഇത് പിടിച്ചു. അങ്ങനെ മത്സ്യത്തിന്റെ വായിലാണ് ഈ പറയുന്ന ഈ കുട്ടി ജനിക്കുകയാണ്. അങ്ങനെ മത്സ്യഗന്ധിയായിട്ട് ഒരു കടത്തുകാരൻ മത്സ്യത്തെ പിടിച്ചു, വയറ് കീറിയപ്പോൾ ഒരു കുട്ടി അതിൽ നിന്ന് കിട്ടി. അങ്ങനെയാണ് മത്സ്യഗന്ധി എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. അതാണ് സത്യവതിയായിട്ട് പിന്നെ വന്നത്. അങ്ങനെ ആഞ്ജനേയനും അങ്ങനെ ആഞ്ജനേയനും അങ്ങനെയാണ്. മഹാദേവന്റെ ബീജം വായുദേവൻ അഞ്ജനയുടെ ഗർഭത്തിൽ കൊണ്ട് നിക്ഷേപിക്കുന്നു. അപ്പൊ അങ്ങനെയാണ്. പിന്നെ അതുപോലെ ഈ കൗരവരുടെ എങ്ങനെയാണ് ഗാന്ധാരി പ്രസവിക്കുന്നത്? എന്താണ്? മാംസപിണ്ഡത്തെയാണ്. മാംസപിണ്ഡത്തെ 100 മുറിച്ചിട്ട് 100 കുടത്തിലാക്കി കെട്ടിത്തൂക്കി ഇട്ടിട്ട് അതിനകത്ത് ഒരുപാട് ഔഷധങ്ങളൊക്കെ വെച്ചിട്ട് എത്ര നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അത് കുട്ടിയായി മാറിയത് അല്ലേ? അപ്പം ഗർഭപാത്രത്തിന് പുറത്താണ് ഇവരൊക്കെ ഉണ്ടായത്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ മഹാഭാരതത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള കഥകള്, ഉപകഥകളും ഒക്കെ നമുക്ക് എന്താ പറയുന്നത്, ലോകത്ത് ഉള്ളതെല്ലാം ഇതിനകത്തുണ്ട്. ഇതിലില്ലാത്തതൊന്നും വേറെ പുറത്ത് കാണാനും ഇല്ല എന്ന് പറയുന്ന പോലെ അയോനിജരായിട്ടുണ്ടായി എന്നാണ് പറയുന്നത്. അതെ. അപ്പൊ ഇന്നത്തെ നമ്മള് പറഞ്ഞതിൽ നിന്ന് എന്താണ് ഒരു പോയിന്റേ പറയാനുള്ളൂ. ആ പോയിന്റ് ആർക്കാ പറയാൻ പറ്റുന്നത്? ഇന്നത്തെ ഈ ദുര്യോധനൻ പറഞ്ഞ 3 ശ്ലോകങ്ങളിൽ നിന്ന് എന്ത് മനസ്സിലായി? ദുര്യോധനന്റെ ദുര്യോധന്റെ വിചാരം തോൽവി ഉള്ള ഒരു വിചാരമാണ്. ദുര്യോധന ഇവരെല്ലാരും എന്നെ സഹായിക്കാനുണ്ട്, നമ്മൾ തന്നെ ജയിക്കും, എല്ലാരും നമ്മളെ കാര്യം പിന്നെ എന്താണ് ദ്രോണാചാര്യരുടെ ശിഷ്യന്മാര് നിൽപ്പുണ്ട് എങ്കിലും അവരെ സൂക്ഷിക്കണം എന്നൊക്കെയുള്ളതാണ്. അതായത് ഇന്നത്തെ ആ ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, 3 ശ്ലോകത്തിൽ മനസ്സിലാക്കാനുള്ളത്, ഒരു ആത്മവിശ്വാസം സ്വയമേ ഉണ്ടാക്കിയെടുക്കാണ്ട് ശ്രമിക്കുവാണ് അല്ലെ? എനിക്ക് ആത്മവിശ്വാസം ഇല്ല, പക്ഷെ നമ്മളുടെ കൂട്ടത്തിലുള്ള മഹാരഥന്മാര് ചില്ലറക്കാരല്ല. ആരും പരാജയപ്പെടുത്താൻ പറ്റാത്ത ദ്രോണാചാര്യര്, അതുപോലെ തന്നെ ഭീഷ്മര്, അതുപോലെ തന്നെ മറ്റുള്ള മഹാരഥന്മാരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മളൊട്ടും പിന്നിൽ, സൈന്യബലത്തിൽ നമ്മളാണ് മുന്നില്. പിന്നെ ഈ പറയുന്ന മഹാരഥന്മാരുണ്ടല്ലോ നമ്മളുടെ കൂടെ. അപ്പൊ അതൊക്കെ തന്നെ മതി, വിജയം സുനിശ്ചിതമാണ് എന്ന് സ്വയം ആ ഒരു ആത്മവിശ്വാസം കൊടുക്കുകയാണ്. ഒരു ബലം, മനസ്സിനെ പിടിച്ചു നിർത്താനായിട്ടുള്ള ആ ഒരു ശ്രമം നടത്തുവാണ്. അതായത് അവനോന് തന്നെ പറ്റില്ല. അപ്പം എന്താണ്, ഇവരെ കൊണ്ടൊക്കെ
എനിക്ക് ആ, ജയിക്കാനാകും, ജയം എന്നെ കൊണ്ടോ പറ്റത്തില്ല, അതിനുള്ള ബലമില്ല. അതുകൊണ്ട് ഈ പറയുന്ന ആൾക്കാരുടെ കൃപയുണ്ടെങ്കിൽ ജയിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ള ആ ഒരു ഇതും, അങ്ങനെ കുറെ കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആ ഒരു ഭീതി ഉണ്ടാകും. അതുപോലെ തന്നെ ആ ഒരു അത് ധാർഷ്ട്യമുണ്ട്. അതായത് ഇവരൊക്കെ ആ അതെ ഇതിൽ എന്റെ ആശ്രിതരാണെന്ന്. എന്റെ എന്ന് ഇവരൊക്കെ എന്റെ ആശ്രിതരാണ് അതിന്റെ എന്നുള്ളത്, സൈന്യം എന്റെ ഉപ്പും ചോറും കഴിഞ്ഞ് നമ്മുടെ തന്നെ രാജ്യത്തിന്റെ അടിമകളായിട്ടിരിക്കുന്നവരല്ലേ, അപ്പൊ ഇവർക്ക് ആ, നമ്മളെ സഹായിച്ചേ പറ്റുള്ളൂ. അങ്ങനെയുള്ള കുറെ ഭാവങ്ങളാണ് ഇദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് അല്ലെ. അതുപോലെ കർണനെയൊക്കെ വശംവദനാക്കി ഇപ്പം എന്താ പറഞ്ഞ ഈ സൂതപുത്രൻ എന്നുള്ള അപമാനമൊക്കെ മാറ്റി. കാര്യം കർണനോടുള്ള സ്നേഹം കൊണ്ടാണോ ചെയ്തതല്ല. അത് കാര്യം അർജുനനെ ഭയന്നിട്ടാണ്. അർജുനെ എതിർക്കാനായിട്ട് ഒരേ ഒരാൾക്കേ പറ്റുള്ളൂ, അത് കർണനാണ്. അപ്പൊ അർജുനെ എതിർക്കാൻ വേണ്ടിയിട്ട് ആണ് കർണനെ കൂട്ടുപിടിച്ചത്. അപ്പം ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ മനസ്സ് മനസ്സിന്റെ ഭീതി. എന്തുമാത്രം മോശമാണ് എന്നുള്ള കാര്യം. അതുപോലെ എല്ലാവരും എന്നെ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് അറിയിക്കണം. ഈ ആഴ്ച തന്നെ ആരൊക്കെ ഗുരുവായൂർ വരുന്നുണ്ടെന്ന്. എന്നിട്ട് താമസിക്കുന്ന നിങ്ങൾ എവിടെയെങ്കിലും താമസിക്കണം. കാര്യം എനിക്ക് അത് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങളുടെ ഗ്രൂപ്പായിട്ടാണ് വരുന്നെങ്കിൽ അവരെല്ലാവരും കൂടെ റൂം എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ ചടങ്ങിന്റെ സമയമാകുമ്പോഴത്തേനും അങ്ങോട്ട് വരിക, ശനിയാഴ്ച ദിവസം. റൂം ശരിയാകുകയാണെങ്കിൽ എത്ര പേർക്കൊക്കെ താമസിക്കാൻ പറ്റും? മാതാജി, അത് ഹാളാണ് മുകളില്. ആ അത് ഒന്ന് ഓ അടച്ചു കെട്ടണം. അവിടെ കുറച്ച് ആ പണിയുണ്ട്. ആ പുറത്തൂടെ സ്റ്റെയർ കേസ് ഒക്കെ കെട്ടണം. അങ്ങനെ കുറച്ച് പണിയുണ്ട്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ള പ്രോഗ്രാമിനുള്ള ഇതൊക്കെ ശരിയാവുള്ളൂ. ഇപ്പം ഓപ്പൺ ആയിട്ട് ടെറസാണ്, അതിന്റെ മുകളിൽ ട്രസ് ഉണ്ട്. അപ്പൊ അവിടെ കീർത്തനങ്ങളും അതെല്ലാം നടക്കും. താമസിക്കാനായിട്ട് പറ്റില്ല, അതിനുള്ളൊരു സാഹചര്യം ഇല്ല. ഇനി ഉണ്ടാവില്ല. ഇനി ഉണ്ടാകണം. ഇനി ബാക്കി കാര്യങ്ങളെല്ലാം റെഡി ആകണം. ഉണ്ടാകണം. ആ ശരി ശരി. അപ്പൊ അത് എന്നെ വിവരം അറിയിക്കണം എല്ലാവരും. ഞാൻ ഈ പറഞ്ഞ സമയത്ത് ബിന്ദു വിക്രമൻ മാതാജി ഇല്ലാഞ്ഞ കാരണം അറിയാൻ പറ്റിയില്ല. യൂട്യൂബ് കേട്ട് നോക്കുമ്പോഴത്തേനും മനസ്സിലാകും. പ്രഭുജി, പ്രേമ വൃന്ദാവനത്തിലുള്ളവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ, അതാ ഞങ്ങളെയൊക്കെ ഗ്രൂപ്പിലുള്ളവരെയൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ? നിങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരെ കൊണ്ടുവരും, കുഴപ്പമില്ല. എത്ര പേര് കാണുമെന്നൊന്ന് പറയണം നേരത്തെ കുട്ടി. ആലോചിച്ചിട്ട് പറയാം. 24-ാം തീയതി അവിടെ വരണമെങ്കിൽ 23-ാം തീയതി നമ്മൾ അവിടെ ഉണ്ടായിരിക്കണം അല്ലേ? അങ്ങനല്ലേ? 23-ാം തീയതി ഗുരുവായൂർ എത്തി ഭഗവാനൊക്കെ തൊഴുതിട്ട് 24-ാം തീയതി സമാധാനമായിട്ട് വരുവാണെങ്കിൽ പിന്നെ അങ്ങോട്ട് ശ്രീകൃഷ്ണ ജയന്തി ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും ഭഗവാന്റെ അടുക്കല്. ഭയങ്കര തിരക്കാ. പ്രോപ്പർ സ്ഥലം എവിടെയാണ്? തൈക്കാട് എന്ന് പറയും, തൈക്കാട്. അതെങ്ങനെ വരും പ്രഭുജി? തൈക്കാടൊക്കെ അത് എവിടെ വന്ന് ഇറങ്ങണമെന്ന് അറിഞ്ഞൂടല്ല. ഭഗവാന്റെ കിഴക്കേ നടയിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ചാൽ മതി. മഞ്ജുലാലിന്റെ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് ഞാൻ എല്ലാവർക്കും അതിന് മാപ്പ് ഷെയർ ചെയ്യാം, ലൊക്കേഷൻ മാപ്പ്. അത് ഓണാക്കിയാൽ മതി. ഇപ്പൊ കൃത്യമായിട്ട് എങ്ങനെയാ വഴി പറഞ്ഞു തരുന്നത് ഞാനും ഒരു പ്രാവശ്യമല്ലേ പോയുള്ളൂ. എനിക്കും വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അറിയില്ല. മഞ്ജുലാൽ അത് ആ വഴി അറിയാം, പക്ഷെ എങ്ങോട്ട് മഞ്ജുലാലിന്റെ അവിടെ നിന്ന് ഫ്ലൈ ഓവർ ഇങ്ങനെ പോകത്തില്ല, ഫ്ലൈ ഓവർ, പുതിയ ഫ്ലൈ ഓവർ. പാർത്ഥസാരഥി ക്ഷേത്രവും കഴിഞ്ഞിട്ട് പോകുന്നിടമായിരുന്നു. ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞ് അതിന്റെ താഴെ കൂടെ പോയിട്ട് കുറച്ചുകൂടെ അങ്ങ് പോയിട്ട് അത് പാർത്ഥസാരഥി ക്ഷേത്രവും മറ്റേ ദേവീ ക്ഷേത്രവും ഉണ്ടല്ലോ, അവിടെ ആ പോകുന്ന വഴിയാണ്. അതെ. അപ്പൊ അങ്ങനെ ആണ്. അവിടുന്ന് നടന്ന് റെയിൽവേ ക്രോസ് ഒക്കെ പറഞ്ഞ അമ്പലത്തിലേക്ക് വലിയ ദൂരം ഇല്ലാതെ പോകാം. പക്ഷെ അങ്ങനത്തെ വഴി ഷോർട്ട് കട്ടുകളൊന്നും അറിയില്ല. അതൊക്കെ ഇനി വഴിയെ കണ്ടുപിടിക്കാമെന്ന് വിചാരിക്കാം. ഒരുപാട് ദിവസം ഇല്ലല്ലോ, ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. എനിക്ക് ലീവ് ശരിയാകണം, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പ്രഭുജി, ഒരു കാര്യം പറയണ്ട. അടുത്ത വെള്ളിയാഴ്ച എനിക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റില്ല. മാതാജിക്ക് മായ പിടിച്ചോ? അല്ല, പട്ടാഭിഷേകം അല്ലേ, രാമായണം തീരുന്ന ദിവസം എനിക്ക് അമ്പലത്തിൽ പട്ടാഭിഷേകം നടക്കും. അതൊരു ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പട്ടാഭിഷേകം നടത്തിയാലോ?
അല്ല അയ്യോ ശരിയാണ് ഞാൻ വായിക്കാൻ പോണടുത്ത് ഞാനാണ് അവിടെ മനസ്സിലായി വായിക്കുന്നത്. മാതാജി, മനസ്സിലായി. അതുപോലെ നമ്മുടെ രാമായണ പാരായണം ഓൺലൈനിൽ നമ്മൾ നടത്തുന്നുണ്ടല്ലോ, വെള്ളിയാഴ്ച ഒഴിച്ച് ബാക്കി ദിവസങ്ങളിൽ. അടുത്ത വെള്ളിയാഴ്ച നമുക്ക് ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ആ പട്ടാഭിഷേകം കൂടെ ഇതിന്റെ കൂടെ അങ്ങ് ചെയ്യാമായിരുന്നു. എന്റെ ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ളവരുണ്ടല്ലോ നമ്മുടെ രാമായണം വായിക്കുന്നവർ. നമുക്ക് ചേരാൻ പറ്റിയില്ലല്ലോ. മാതാജി ഭയങ്കര തിരക്കിലല്ലേ? എത്ര ക്ഷേത്രങ്ങളിൽ വായിക്കുന്നുണ്ട് മാതാജി? വലിയ VIP അല്ലേ? അയ്യോ അല്ല, അപ്പൊ പിന്നെ എങ്ങനെ മാതാജി പിടിച്ചാ കിട്ടുവോ? ഞങ്ങളെ പോലെ ചെറിയ ആൾക്കാർ വായിക്കുന്നിടത്ത് മാതാജി വരുവോ? അങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ ഒന്നുമല്ല. ഹരി ബോൾ. നമ്മൾ ആരും ഒന്നുമല്ല മാതാജി. അപ്പൊ രണ്ടമ്പലത്തിലെ അഭിഷേകത്തിന് ഞാൻ ചെന്നേ പറ്റുള്ളൂ. ഞാൻ വായിക്കുന്ന, പിന്നെ ബാക്കിയുള്ളിടത്തൊക്കെ വേറെ ആൾക്കാരുണ്ട്. ഹരി ബോൾ. ഒന്ന് രാവിലെ ഒന്ന് സന്ധ്യയ്ക്കും. അപ്പൊ യൂട്യൂബിൽ കാണുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓൺലൈനിൽ പട്ടാഭിഷേകം നടത്താം. നമുക്ക് ഓൺലൈനിൽ ഇത് പങ്കെടുക്കുന്നവർക്ക് ഇന്നെന്തായാലും പൊന്നമ്മ മാതാജിയും കയറി. സന്തോഷം. കാര്യം കുറെ ദിവസമായിട്ട് പൊന്നമ്മ മാതാജിക്ക് കിട്ടുന്നില്ലായിരുന്നു. പലർക്കും മൊബൈൽ യൂസ് ചെയ്യാനായിട്ട് അറിയാൻ വയ്യാത്തതാണ് പ്രശ്നം. അത് മ്യൂട്ട് ചെയ്യാൻ അറിയത്തില്ല, അൺമ്യൂട്ട് ചെയ്യാൻ അറിയത്തില്ല. നിങ്ങളൊക്കെ ഇത് പഠിക്കണം. ഏതെങ്കിലും കുട്ടികളുടെ അടുക്ക് ഇരുന്നിട്ട് ചിലപ്പം വീട്ടിൽ ഇങ്ങനെ ഉറക്കെ സംസാരിക്കുന്നതെല്ലാം നമുക്ക് ഇവിടെ കേൾക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല മറ്റുള്ളവർ കേൾക്കുന്നുണ്ടെന്ന്. അപ്പൊ അതുകൊണ്ട് ദേവി ഇത് എന്താ പറയുന്ന ആ മൊബൈൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഈ മൈക്ക് ഓൺ ആക്കുന്നു ഓഫ് ആക്കുന്നു എന്ന് പഠിച്ചിരിക്കും എല്ലാവരും. അത് വളരെ സിമ്പിളായിട്ട് പഠിക്കുക. എങ്ങനെ കയറുന്നു, എങ്ങനെ ഇറങ്ങുന്നു, ഇതിപ്പോഴും അറിയാൻ വയ്യാത്തവരുണ്ട്. അപ്പൊ അത് ഒന്ന് പഠിക്കണം കുട്ടികളോട് ആരോടെങ്കിലും ചോദിച്ചിട്ട്. എങ്ങനെ നമ്മൾ ഈ ഗ്രൂപ്പിൽ ലിങ്കിൽ വരുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കയറണം. പൊന്നമ്മ മാതാജിക്ക് അത് ഇതുവരെ മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അത് ഈ ഗ്രൂപ്പിൽ കയറുമ്പോഴേ നമുക്കത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഇത് കിട്ടൂല എല്ലാം ഈ മീറ്റാക്കാനുള്ളത്. ആ സമയത്ത് ഒരു ദിവസം ആരോടെങ്കിലും ഈ ക്ലാസ് തുടങ്ങുന്ന ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി പറഞ്ഞോളൂ. മാതാജി ഒരുപാട് സന്തോഷം മാതാജിയെ വീണ്ടും കണ്ടതില്. മാതാജി രാമായണൊക്കെ വായിച്ചൊന്നുമില്ല. മൊബൈലിലെ പ്രശ്നങ്ങളൊക്കെ മാറിയോ? ഇന്നിപ്പോ റെഡിയായി. ഇന്ന് റെഡിയായി. ശബ്ദം ഇവിടുത്തെ കേട്ടോ പ്രഭുജി? ഇവിടുത്തെ ശബ്ദം അവിടെ കേൾക്കുവോ? കേട്ടു. ഞാൻ ഓഫ് ചെയ്താ മൈക്ക്. ഞാനാണ് ഓഫ് ചെയ്തത്. ഇവിടെ രാവിലെ എല്ലാരും എഴുന്നേറ്റ് കാപ്പി കുടിക്കാൻ വരുന്ന സമയം 9 മണിയാ. ഞാനതാ പെട്ടെന്ന് തോന്നി എനിക്ക് ഒച്ച കേൾക്കുന്നുണ്ടോ എന്ന് വെച്ച്. ഞാൻ പക്ഷെ അത് ഓൺ ആക്കിയില്ലായിരുന്നു. അതിനല്ലാതെ അത് ഓണായി. മാതാജി നാട്ടിലായിരുന്നപ്പോഴും ഇവിടെ വന്നപ്പോഴും ഒക്കെയാണ് മൈക്ക് ഓൺ ആക്കിയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഭയങ്കര സൗണ്ടാണ്. നാട്ടിലാണെങ്കിൽ ഞാന് ഇത് ലിങ്ക് ഓൺ ആക്കിയേ ഉള്ളായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്ക് ഇത് ഓൺ ആയി. ലിങ്ക് ഓൺ ആക്കി ഡയറക്ട്ലി അത് ഓൺ ആയി വരും. അപ്പൊ ഇത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മൈക്ക് അങ്ങ് ഓഫ് ആക്കണം. ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചു. ശരി, ഞാനത് ഓൺ ആയോന്ന് അറിഞ്ഞു നോക്കിയില്ലായിരുന്നു. എനിക്ക് കേട്ടാ മതിയല്ലോ എന്ന് വെച്ചാൽ ഞാൻ. അതായത് നമ്മള് ക്ലാസ് എടുത്തോണ്ടിരിക്കും ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടൊക്കെ ആയിരിക്കുവേ ഇരിക്കുന്നത്. അപ്പൊ ഈ ശബ്ദം വരുമ്പോൾ നമ്മുടെ അതിൽ നിന്ന് ശ്രദ്ധ മാറി നമുക്കതൊരു ബുദ്ധിമുട്ടാവും. ബുദ്ധിമുട്ടാകും. ഞാനത് ശ്രദ്ധിച്ചില്ല. ഞാൻ ഓണാക്കിയേ ഉള്ളായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ വായിക്കണോ പ്രഭുജി? സമയമുണ്ടോ? തീർന്നായിരിക്കല്ലേ? തീർന്നു. ഞാൻ വായിച്ചിടണമെന്ന് വിചാരിച്ചു, പറ്റിയില്ല. അതെല്ലേ. അപ്പം ഹരേ കൃഷ്ണ. അപ്പൊ നമ്മളെ ക്ലാസ് അവസാനിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ബംഗ്ലാദേശിലെ നമ്മുടെ വൈഷ്ണവ സഹോദരന്മാർക്ക് വേണ്ടിയിട്ട്, അവിടെയുള്ള ദുരിതം അനുഭവിക്കുന്ന എല്ലാ ഹിന്ദുക്കൾക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം. നന്നായിട്ട് പ്രാർത്ഥിക്കണം. ആരും മറക്കരുത്. പ്രഭുജി ഒരു കാര്യം, നമ്മുടെ ഇതിലൊരു ലിങ്ക് കണ്ടില്ലേ, എന്തോ ഒരു മോക്ക് പഠിക്കാനൊക്കെ ഇടണോന്നൊക്കെ പറഞ്ഞിട്ട്. ആരെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ ആ ഗൂഗിൾ പേ നമ്പറിലോ അക്കൗണ്ട് നമ്പറിലോ ഇടണം.
കാര്യം തൃശ്ശൂരുള്ള ഒരു ഉം. ഒരു ഡിവോട്ടിയുടെ കുട്ടിയാണ് കുട്ടിയാണ്. ഞാൻ കണ്ടു. ഞാൻ അതിൽ ഇതുപോലെ ചോദിക്കണമെന്ന് വെച്ചിരിക്കുവായിരുന്നു മദർ പ്രഭു. മാറിയ സഹായിക്കാന്ന് പറഞ്ഞ ഓഫറുകളൊക്കെ വന്നിരിക്കുന്നതാണ്. അപ്പം ആരെ കൊണ്ടെങ്കിലുമൊക്കെ ഉം. സഹായിക്കാൻ പറ്റുന്ന പോലെ എന്തെങ്കിലും അതിന് ചെയ്യണം. നേരിട്ട് അക്കൗണ്ടിലോട്ട് കൊടുത്താൽ മതി അല്ലേ? അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്താൽ നേരിട്ടുള്ള മതി. അവര് തന്നെ അക്കൗണ്ടിൽ അത് അടുത്ത അല്ലേ ആഴ്ച പ്രഭുജി? ജോയിൻ ചെയ്യണം. അവരിട്ടിരിക്കുന്ന അക്കൗണ്ടിൽ. രണ്ടാഴ്ചയായിട്ട് നീട്ടി വെച്ചിരിക്കുകയാണ്. നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷെ നമ്മൾ അത് സഹായിച്ചില്ലെങ്കിൽ ആ കുട്ടിയുടെ പഠിത്തം അനിശ്ചിതത്തിലാകും. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും മതം മാറ്റുന്ന ആൾക്കാർ ആ കുട്ടിയെ കൊണ്ടുപോയി മതം മാറ്റിട്ട് അവർ പഠിപ്പിക്കും. നമ്മൾ ചെയ്യാം പ്രഭുജി, ട്രൈ ചെയ്യാം. പ്രഭുജിയോട് ഞാൻ ചോദിച്ചിട്ട് ചെയ്യാന്ന് വെച്ചിരിക്കുവായിരുന്നു. അതെ. ഞാൻ അപ്പൊ അടുത്ത സെപ്റ്റംബർ 16 നാട്ടിൽ പോവും. സെപ്റ്റംബർ 16 ആലപ്പുഴ പോവും. അതെ അല്ലേ? അപ്പൊ ഞാൻ മോളെ കൊണ്ടല്ല ഇടിക്കാൻ നോക്കാം. ഗൂഗിൾ പേ അതെ അല്ലേ? കണ്ടു. അതെ നല്ല കാര്യം. ഞാനിത് വായിച്ചില്ലായിരുന്നു. വായിച്ചിതിലിടാൻ പറ്റുമോ പ്രഭുജി? മറ്റേ നമ്മളിപ്പോ 7-8 ആയില്ലേ? വോയിസ് ഇട്ടേക്ക് ഗ്രൂപ്പില്. വോയിസ് ക്ലിപ്പിൽ ഇതിലിട്ടാ മതി അല്ലേ? നമ്മുടെ ഗ്രൂപ്പില് അല്ലെ? ഗ്രൂപ്പിലിട്ടാ മതി. ശരി. അപ്പം വാഞ്ചാകൽപതരൂപശ്ച ശരി കൃപാകൽപതരൂപശ്ച പ്രഭുജി. പതിതാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്തി കി ജായ്.